എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഒരു വളരെ വ്യത്യസ്തമായ ഒരു വിഷയമായിട്ടാണ് ലൈവിൽ വന്നിട്ടുള്ളത്. അത് നമ്മുടെ ക്രിസ്തീയ സഭാ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ വിഷയമാണ്. ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി കാണുകയും ഗൗരവത്തോടു കൂടി പഠിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം തോമാ ശ്ലീഹ ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് യേശുവിന്റെ ശിഷ്യനായ തോമാ ശ്ലീഹ AD 52 കേരളത്തിൽ വന്നു എന്ന് വിശ്വസിക്കപ്പെടുകയും തോമാ ശ്ലീഹയുടെ നേതൃത്വത്തിൽ 7 പള്ളികൾ സ്ഥാപിച്ചു എന്നും പിന്നീട് തമിഴ്നാട്ടിലുള്ള മൈലാപ്പൂരിൽ എത്തപ്പെടുകയും അവിടെ കാട്ടുവാസികളുടെ അമ്പേറ്റ് മരണപ്പെടുകയും ചെയ്തു എന്നുള്ള ഒരു ചരിത്രമാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരംഭ കാലഘട്ടങ്ങളിൽ സെന്റ് തോമസ് ക്രിസ്ത്യൻസ് എന്നാണ് പൊതുവെ പറയപ്പെട്ടിരുന്നത്. പിന്നീട് ഈ ചില നാളുകൾക്ക് മുമ്പാണ് സിറിയൻ ക്രിസ്ത്യൻസ് എന്ന പേര് വരാനുള്ള കാരണം. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ വളരെ അറിവും പാണ്ഡിത്യവുമുള്ള ബഹുമാനപ്പെട്ട ഷിബു ബ്രദർ ഇന്ന് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് എൻ്റെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ബഹുമാനപ്പെട്ട ഷിബു PDക്കൽ പാസ്റ്ററോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ബ്രദറെ, ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിലേക്കും ഗോസ്പൽ ഫോർ ഇന്ത്യ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്കും ബ്രദറിന് ഹാർദവമായ സ്വാഗതം. താങ്കളുടെ വിലപ്പെട്ട സമയം ഇന്നത്തെ ചർച്ചയിൽ കടന്നു വരുവാൻ കാണിച്ച ഇതിനായി വളരെയധികം നന്ദി അറിയിക്കുന്നു. താങ്കളെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സാജു ബ്രദർ. ഓക്കെ, ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിവരണം ഇന്ന് ആവശ്യമാണ്. കാരണം തോമാ ശ്ലീഹ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു വാദഗതി. അതിൽ പ്രധാനമായിട്ടും പ്രൊട്ടസ്റ്റന്റുകാരുടെ കടന്നുവരവോട് കൂടിയാണ് അങ്ങനെ ഒരു ചിന്താഗതി വന്നത്. അപ്പോൾ ആരാണ് പിന്നെ ഇവിടെ ക്രിസ്തീയ വിശ്വാസം കൊണ്ടുവന്നത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് എൻ്റെതായിട്ടുള്ള ചെറിയ ഐഡിയകളുണ്ട്. പക്ഷേ എങ്കിലും ബ്രദർ ആ വിഷയത്തെക്കുറിച്ച് വളരെ ഗഹനമായി തന്നെ ഒന്ന് സംസാരിച്ച് സഭാ ചരിത്രത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ വിഷയമായി സംസാരിക്കുവാൻ ബ്രദറിന് ആ വിഷയത്തെക്കുറിച്ച് പറയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ മരണശേഷം തോമാ ശ്ലീഹ AD 52 വന്നു എന്ന് പറയുമ്പോൾ അത്രയും കാലഘട്ടം അദ്ദേഹം എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു, ഇതിന് വന്നതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? ചരിത്രകാരന്മാർ പറയുന്നത് അതിന് ആർക്കിയോളജിക്കൽ പരമായിട്ട് യാതൊരു വിധമായ തെളിവുകളുമില്ല. അതിനെടുത്ത് കാണിക്കുന്നത് പല കുരിശുകളുടെ രൂപങ്ങളെ കുറിച്ചൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നില്ല. ഇതൊരു ചരിത്രമല്ല, ഹിസ്റ്ററി ഇല്ല എന്നാണ് പറയുന്നത്. വിശ്വസിക്കപ്പെടുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താണ് ബ്രദറിനെ ഈ വിഷയത്തെ കുറിച്ച് പറയാനായിട്ടുള്ളത്? അപ്പൊ സമയം ആവശ്യത്തിന് എടുക്കാം, ഞാൻ ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യില്ല. എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം. ബ്രദറിന് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാം. തോമാ ശ്ലീഹ വന്നതിനെ പറ്റി പറയുമ്പോ 18ാം നൂറ്റാണ്ട് മുതലാണ് ഈ തോമാ ശ്ലീഹ വന്നു എന്നതിന് ആ ഒരു പാരമ്പര്യത്തിനെതിരായിട്ടുള്ള ഒച്ച കുറവുണ്ടോ എന്ന് എനിക്കൊരു സംശയം. നീ എന്റെ കുഴപ്പമാണോ? ഇപ്പൊ കേക്കോ? പറഞ്ഞോ, ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ ഇപ്പൊ എക്സ്ട്രാ മൈക്കൊന്നും ഇല്ല, അതുകൊണ്ടാ ഒച്ച കുറവെന്ന് തോന്നുന്നു. കേക്കാം. ഈ തോമാ ശ്ലീഹ വന്നതിനെതിരായിട്ടുള്ള ഒരു ആസൂത്രിതമായ ഒരു ആക്രമണം തുടങ്ങുന്നത് ഈ 18ാം നൂറ്റാണ്ടിലാണ്. 18ാം നൂറ്റാണ്ട് മുതൽ ധാരാളം ചരിത്രകാരന്മാര് തോമാ ശ്ലീഹ വന്നില്ല എന്ന് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പരസ്പരം അവര് ഉദ്ധരിക്കുന്നുണ്ട്. ഒരാള് പറയുന്നു വന്നില്ല, പിന്നെ അയാളെ ഉദ്ധരിച്ച് അടുത്ത ആൾ എഴുതുന്നു. അങ്ങനെ ഈ തോമാ ശ്ലീഹ വന്നിട്ടില്ല എന്നുള്ള ഒരു ആരോപണം
എനിക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ ബ്രദറെ, ആർക്കെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻ്റായിട്ട് എഴുതാം. യുക്തമായ കമൻറ്റുകൾക്കൊക്കെ മറുപടി പറയുന്നതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള ആളുകൾ കമൻറ്റുകൾ എഴുതിയാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ അവസരങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കമൻറ്റുകൾ എഴുതാം, ഒരു കുഴപ്പമില്ല. ഓക്കെ ബ്രദറെ. ഓക്കെ, ബ്രദറിന്റെ ഇതിലും കമന്റുകൾ വരുന്നുണ്ടെങ്കിൽ, ബ്രദറിന്റെ ഇതിലും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, കമന്റുകൾ വരുന്നുണ്ടെങ്കിൽ അതും വായിച്ചു പറയാം. കാരണം ഈ വിഷയം ഇച്ചരുടെ ആളുകളുടെ ഉള്ളിലേക്ക് ഒന്ന് കടക്കട്ടെ. പൊതുവെ സിറിയൻ ക്രിസ്ത്യൻസിന് നേരെയുള്ള ഒരു വലിയ ഒരിതാണ്. അപ്പോൾ തന്നെ സിറിയൻ ക്രിസ്ത്യൻസിന്റെ പാരമ്പര്യത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതും, അതും മാത്രമല്ല സിറിയൻ ക്രിസ്ത്യൻസിന്റെ അല്ല, ഈ ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നാണ് തോമാസ് ലീ എൻഡിൽ വന്നു ബ്രാഹ്മണ മതത്തിൽപ്പെട്ട ആളുകളെ ക്രിസ്ത്യാനികളാക്കി എന്നുള്ള ഒരു വാദം. ഇപ്പോൾ ഉള്ള പാരമ്പര്യമുള്ള ക്രിസ്ത്യാനികൾ ബ്രാഹ്മണ ഉന്നത കുലത്തിൽപ്പെട്ടവരാണ് എന്നുള്ള ഒരു വാദഗതിയും കൂടെ അതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട്. അതെല്ലാം ചേർത്ത് പറയാം. എല്ലാം കൂടെ ചേർത്ത് പറയണ്ടേ? പറയുമ്പം എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ മതി. ഈ തോമസ് ലീഗ ഇന്ത്യയിൽ വന്നു എന്നുള്ള ഒരു പാരമ്പര്യത്തിനെതിരായിട്ട് 18-ാം നൂറ്റാണ്ട് മുതൽ കൗണ്ടറായിട്ട് ആളുകൾ പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്. പാശ്ചാത്യരാണ് അത് എഴുതാൻ തുടങ്ങിയത്. പിന്നീട് തദ്ദേശീയരായ എഴുത്തുകാരും അത് കയറി പിടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പല തെളിവുകൾ നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഇവരുടെ വാദങ്ങളുടെ പാളിച്ചകൾ. ഒന്ന്, ഈ തോമസ് ലീഗ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ പുരാതന കാലം മുതലുള്ള ഈ കേരളത്തിലുള്ള ക്രിസ്ത്യൻ പ്രസൻസിന് വിശദീകരണം കൊടുക്കാൻ അവർക്കില്ല. നോ എക്സ്പ്ലനേഷൻ. എങ്ങനെയാണ് ഇത്രയും വലിയൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഉദാഹരണം പറഞ്ഞ 6-ാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിക്കുന്ന അലക്സാണ്ട്രിയൻ സഞ്ചാരി വളരെ വിശാലമായ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സഭയെ തന്നെ കേരളത്തിൽ കണ്ടുവന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കശീശന്മാരും ചെമ്മാശന്മാരും പള്ളികളും ഒക്കെ കണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ 6-ാം നൂറ്റാണ്ടിൽ അത്രയും വിശാലമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കേരളത്തിലുണ്ടെങ്കിൽ അപ്പോൾ അവർ പറയും 5-ാം നൂറ്റാണ്ടിലാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വന്നെന്ന് പറഞ്ഞാൽ കേവലം ദശാബ്ദങ്ങൾ കൊണ്ട് അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ഒന്നും ആവില്ല. അപ്പോൾ വളരെ പഴക്കമുള്ള ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ തന്നെയാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഏൻഷ്യൻ പ്രസൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി, അല്ലെ സെയിന്റ് തോമസ് ക്രിസ്ത്യൻസിന്റെ സാന്നിധ്യം തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. പിന്നീട് ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിലവിലിരുന്ന വായ്പാട്ടുകളിലും എല്ലാം തോമസ് ലീഹ പാരമ്പര്യത്തെ പുകഴ്ത്തുന്നു. പിന്നെ സുറിയാനി ക്രിസ്ത്യാനികളുടെ രേഖകൾ പറയാൻ കഴിഞ്ഞാൽ ഈ ടീച്ചിങ് ഓഫ് അപ്പോസ്റ്റൽസ് എന്ന ഒരു പുസ്തകമുണ്ട്. സുറിയാനി പുസ്തകമാണ്. ആ പുസ്തകം 3-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ്. അതിനകത്ത് തോമസ് ലീഹ ഇന്ത്യയിൽ പോയ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ട്സ് ഓഫ് തോമസ്, തോമായുടെ പ്രവർത്തികൾ എന്ന ഒരു സുറിയാനി ഗ്രന്ഥമുണ്ട്. അത് 3-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിങ്കൽ എഴുതപ്പെട്ടതാണ്. ഏകദേശം AD 200 എഴുതപ്പെട്ടതാണ്. ആക്ട്സ് ഓഫ് ജൂദാസ് തോമസ്. അതിൽ തോമസ് ലീഹ ഇന്ത്യയിൽ പോയതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സുറിയാനി ക്രിസ്ത്യാനികളുടെ കവികളിൽ ഏറ്റവും പ്രമുഖനാണ് സെയിന്റ് എഫ്രൈം, മാർ അപ്രൈം എന്ന് അറിയപ്പെടുന്നു. അപ്രൈമിന്റെ കൃതി വളരെ വിശദമായിട്ട് അപ്രൈം തോമസ് ലീഹയുടെ ഇന്ത്യയിലെ പ്രവർത്തനത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ എഡാസ നഗരത്തിൽ കൊണ്ടുവന്നതിനെ കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം തെളിവുകൾ. ഇപ്പം ചർച്ച് ഹിസ്റ്ററി യൂസേബിയോസ് തോമസ് ലീഹ ഇന്ത്യയിൽ പോയതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ജോൺ ക്രിസോസ്റ്റം. ഇവരൊക്കെ വളരെ ആദിമ സഭാപിതാക്കന്മാരാണ്. വളരെ വിശുദ്ധരായി ആധികാരികത ഉള്ളവരായിട്ടൊക്കെ സഭ കരുതുന്നവരാണ്. അവരെല്ലാം തന്നെ ഈ കാര്യത്തിൽ ഒറ്റ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് തോമസ് ലീഹയുടെ ഇന്ത്യയിലെ പ്രവർത്തനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ആ കാര്യത്തിൽ ഒരു വ്യക്തമായ കൗണ്ടറൊന്നും ആർക്കും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പിന്നെ വന്നിട്ടില്ല, ഇല്ലായിരിക്കും
എന്നൊക്കെ പറഞ്ഞ് ചില അഭ്യൂഹങ്ങൾ, പിന്നെ തെളിവ് എവിടെയാ എന്നൊക്കെ ചോദിക്കുന്ന രീതി മാത്രമേ നമ്മൾ കാണുന്നു. ഇതിൻ്റെ അകത്ത് പറയപ്പെടുന്നത് ഈ തോമാസ് ലീഗയ്ക്ക് നല്ല ഈ യേശുവിന്റെ ശിഷ്യനാകുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ലൊരു പ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഏതാണ്ട് ഒരു 60 വയസ്സ് കൂടുതൽ പ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തി യേശുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം ഇത്രയും ദീർഘവർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ എത്തി എന്ന് വിശ്വസിക്കാൻ സാധ്യമാകുന്നില്ല എന്നാണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ പ്രായം കണക്കിലെടുത്ത് നോക്കിയാൽ. ഈ തോമാസ് ലീഗ യേശുവിന്റെ ശിഷ്യനാകുമ്പോ അത്രയും പ്രായം ഉണ്ടാകുന്ന ആരാ പറയുന്നത്? ചില പുസ്തകങ്ങളിൽ നിന്നുള്ള വായിച്ചുള്ള അറിവാണ്. അങ്ങനെ സാധാരണഗതിയിൽ ശിഷ്യന്മാര് നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരെയാണ് ശിഷ്യന്മാരായിട്ട് എടുക്കുന്നത്. ഈ പ്രായം ഒരു യഹൂദ റബി ആയിരുന്നു എന്നും അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ടായിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഞാൻ വായിച്ചിട്ടില്ല. പ്രായമുള്ള വളരെ വൃദ്ധനായ ഒരാളെ യേശു ശിഷ്യനായിട്ട് എടുത്തു എന്ന് പറയുന്നതിനകത്ത് ഒരു ലോജിക്കില്ല. സാധാരണഗതിയിൽ റബിമാരായിട്ട് വരുമ്പോൾ ആ റബിമാരേക്കാൾ ഇളയ ആളുകളാണ് ശിഷ്യരായിട്ട് വരുന്നത്, മൂത്ത ആളുകളെ അല്ല ശിഷ്യരായിട്ട് അവർ സമ്പാദിക്കുന്നത്. കാരണം ശിഷ്യന്മാരെന്ന് പറയുമ്പം അവർക്ക് അങ്ങനെ പഠിക്കാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ അവർ അതിനു മുമ്പുള്ള ഏതെങ്കിലും റബിമാരുടെ ശിഷ്യരായിരിക്കും ഓൾറെഡി. പിന്നെ കുറെ കഴിയുമ്പോൾ അവർ തന്നെ ഒരു റബിയുടെ നിലവാരത്തിലേക്ക് ഉയർന്നു കാണും. അപ്പോൾ പിന്നെ വയോജന വിദ്യാഭ്യാസം പോലെ ഒത്തിരി നാൾ പ്രായമായി കഴിഞ്ഞാൽ എന്നാൽ ഇനി അല്പം പഠിച്ചേക്കാം എന്ന് പറഞ്ഞ് യേശുവിൻ്റെ അടുത്ത് പോയി ചേരാൻ യേശു അങ്ങനെ സ്കൂളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. യേശു ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചിട്ട് 12 പേരെ തെരഞ്ഞെടുത്തു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തന്നെ അനുഗമിക്കുന്ന വലിയൊരു കൂട്ടത്തിൽ നിന്ന് കർത്താവ് സെലക്ട് ചെയ്ത് ഒരു 12 പേരെ എടുക്കുമ്പം വളരെ വൃദ്ധനായ ഒരാളെ അല്ലെങ്കിൽ 60 വയസ്സുള്ള ഒരാളെ ശിഷ്യനായിട്ട് എടുക്കുമെന്ന് കരുതാൻ ന്യായമില്ല. കാരണം ഒരിക്കലും മുതിർന്നവരെ ശാസിക്കാനോ വഴക്ക് പറയാനോ തിരുത്താനോ ഒന്നും യഹൂദന്മാരുടെ മര്യാദയിൽ വ്യവസ്ഥയില്ല. ഒരിക്കലും തന്നെക്കാൾ മൂത്ത ഒരാളെ ശിഷ്യനായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് യേശുവിനേക്കാൾ പ്രായം കുറഞ്ഞവരായിരുന്നു യേശുവിന്റെ ശിഷ്യന്മാരെന്നുള്ളത് വളരെ കൃത്യമാണ്. പ്രായം കൂടിയ ഒരാളെ കൊണ്ട് അങ്കിളെന്നൊക്കെ പറഞ്ഞ് ഒരു ശിഷ്യനെ കൊണ്ട് നടക്കുകയും അങ്ങനെയില്ല. അപ്പൊ അടുത്ത ഒരു ചോദ്യം എന്ന് പറഞ്ഞ എന്റെ ഒരു ചോദ്യം, ഈ 1-ാം നൂറ്റാണ്ടിൽ ഇവിടെ ബ്രാഹ്മണന്മാർ ഉണ്ടായിരുന്നില്ല. 7-ാം നൂറ്റാണ്ട് മുതലാണ് ബ്രാഹ്മണന്മാരെ കാണുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തോമാസ് ലീഗ ഇന്ത്യയിൽ വന്ന് ബ്രാഹ്മണരെയാണ് ക്രിസ്ത്യാനികളാക്കി എന്ന് പറയുന്ന ആ വാദത്തെ ബ്രദർ എങ്ങനെ കാണുന്നു? തോമാസ് ലീഗ ഇവിടെ കേരളത്തിൽ വന്ന് ബ്രാഹ്മണരെ ക്രിസ്ത്യാനിയാക്കിയോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി എനിക്കറിയത്തില്ല. പക്ഷേ കേരളത്തിൽ BC 2-ാം നൂറ്റാണ്ട് മുതൽ ബ്രാഹ്മണരുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പൊ അവിതർക്കിത സംഗതിയാണ്. 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലും ഒക്കെയാണ് ബ്രാഹ്മണർ വന്നെന്ന് വാദിച്ചുകൊണ്ടിരുന്ന ചരിത്രകാരന്മാരൊക്കെ ഇപ്പം മുണ്ടും മറിച്ചുകൊണ്ട് ഓടിയിട്ടുണ്ട്. ഇപ്പൊ അവരെ ഒന്നും കാണുന്നില്ല. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്വീകാര്യമായിട്ടുള്ള വാദം BC 2-ാം നൂറ്റാണ്ട് മുതൽ വ്യക്തമായ തെളിവുകളുണ്ട് കേരളത്തിൽ ബ്രാഹ്മണരുണ്ടായിരുന്നുള്ളത്. BC 2-ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിൽ ബ്രാഹ്മണരുണ്ടായിരുന്നു. ഇനി തോമാസ് ലീഗ ബ്രാഹ്മണരെ ആക്കിയോ ഇല്ല എന്നുള്ളതൊന്നും ഞാൻ വാദിക്കുന്നില്ല. അതൊരു പാരമ്പര്യമാണ്. പക്ഷെ ആ പാരമ്പര്യത്തിന് ചരിത്രപരമായിട്ടുള്ള ഒരു കോൺട്രഡിക്ഷൻ കൊണ്ടുവരുന്ന ആ വാദം പൊളിഞ്ഞു പോയിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഈ ബ്രാഹ്മണരെ ക്രിസ്ത്യാനികളാക്കിയില്ല എന്ന് വാദിക്കുന്നത് കൊണ്ട് എന്താണ് മറ്റുള്ളവർക്ക് അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഇപ്പൊ അതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ ഒരു പാരമ്പര്യമാണെങ്കിൽ അതിനെ എതിർക്കുന്നതുകൊണ്ട് എന്താണ് പ്രത്യേകിച്ച് ഒരു പ്രയോജനം? അതിന്റെ കാരണം ഈ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരൊക്കെ ആദ്യകാലത്ത് സുവിശേഷവുമായിട്ട് പോകുമ്പോൾ സമൂഹത്തിൽ ഉന്നത നിലയിലുള്ള രാജകുടുംബാംഗങ്ങൾ, പ്രഭു കുടുംബാംഗങ്ങൾ, അതുപോലെ ഉന്നത കുലജാതരായിട്ടുള്ള ആളുകളൊക്കെ ക്രിസ്ത്യ വിശ്വാസത്തിലോട്ട് വന്നിട്ടുണ്ട്. കാരണം അവരുടെ ഗോസ്പലിന് അതുപോലെ പവർ ഉണ്ടായിരുന്നു. അവരതുപോലെ ഓക്കെ, അതിന് ഇതുകൂടെ ചേർത്ത് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ നോർത്ത് ഇന്ത്യയിൽ എടുത്ത് പരിശോധിച്ചാല് ഇവിടെ ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ചേരുന്നവരിൽ 99% പേരും ദളിത് വിഭാഗത്തിൽപ്പെട്ടവരും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുമായ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ന്യായമായിട്ടൊരു ചോദ്യം ആളുകൾ ചോദിക്കുന്നത്, സുവിശേഷം ആദ്യകാലങ്ങളിൽ സ്വീകരിച്ചവര് ഈ തീരപ്രദേശത്ത് താമസിക്കുന്നവരും മുക്കുവന്മാരും അതുപോലെ
അപരിഷ്കൃതരായി ജീവിച്ചവരും വനത്തിൽ താമസിക്കുന്നവരും സാമ്പത്തികപരമായി ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ആളുകളുമാണ് ഈ വിശ്വാസം പൊതുവെ സ്വീകരിക്കുന്നത്. അങ്ങനെയെന്ന് വരികിൽ ഒരു ഉന്നത കുലജാതിക്കാരായ ബ്രാഹ്മണർ എങ്ങനെയാണ് ഈ വിശ്വാസം സ്വീകരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം. അതാണ് ഗോസ്പലിന്റെ വ്യത്യാസമാണ്. ഈസ്റ്റേൺ ഗോസ്പലുമായിട്ടാണ് ഏൻഷ്യൻ ചർച്ചിന്റെ സുവിശേഷകർ പോയത്. ഇത് പാശ്ചാത്യ സുവിശേഷം, വില കുറഞ്ഞതും നിലവാരമില്ലാത്തതും ശക്തിയില്ലാത്തതുമായ ചേമ്പ് പുഴുങ്ങിയ വെള്ളത്തിന് തുല്യമായ ഒരു സുവിശേഷമായിട്ടാണ് ഇന്ന് ആളുകൾ സഞ്ചരിക്കുന്നത്. അതാണ് പാശ്ചാത്യ സുവിശേഷം. അത് ഗോതമ്പ് പൊടി, സൂചിക്കോതമ്പ്, പാൽപ്പൊടി, നാരങ്ങ മിഠായി ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടി ഈ പാവങ്ങൾക്ക് പുതപ്പ് കൊടുത്തും ഉടുപ്പ് കൊടുത്തും സിനിമ കാണിച്ചും ഒക്കെ അവരെ മാറ്റാൻ ഇവർക്ക് പറ്റിയിട്ടുള്ളൂ. സായിപ്പുമാരെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫാമിലിയെ കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ തോമസ് ലീഗ അടക്കമുള്ള അപ്പോസ്തലന്മാർ പോകുമ്പോൾ രാജാക്കന്മാരുടെ, ഇപ്പൊ യേശുക്രിസ്തു തന്നെ പിലാത്തോസിന്റെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചു. ഏൻഷ്യൻ ചർച്ചിനെ നോക്കും, മുഴുവൻ രാജാക്കന്മാരുമായിട്ടാ. റോമൻ കൈസറുടെ മുമ്പിലാണ് പൗലൂസ് നിന്നിട്ടുള്ളത്. അല്ലാതെ താഴെ പോയിട്ട് തീരെ ബോധമില്ലാതെ ഏതെങ്കിലും, ഞാൻ കുറ്റം പറയുന്നല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തവരും അഷ്ടിക്ക് വകയില്ലാത്തവരുമായ ആളുകളുടെ അടുത്ത് പോയി ഞാൻ നിങ്ങൾക്ക് റേഷൻ മേടിച്ചു തരാമെന്ന് പറഞ്ഞ് മതം മാറ്റുന്ന ഒരു പരിപാടിയൊന്നും അല്ല നടത്തിയത്. കാരണം അത്ഭുതങ്ങളും അടയാളങ്ങളും അതുപോലെ നിത്യജീവിതത്തെ പറ്റിയുള്ള വലിയ വാഗ്ദത്തങ്ങളും ഹൈ ഫിലോസഫിയും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. തത്വചിന്തകരെ, അന്നത്തെ ഉന്നത കുലജാതരെ, രാജാക്കന്മാരെയൊക്കെ സ്വാധീനിക്കാൻ. ഇപ്പം എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ, ഭണ്ണാര വിചാരിപ്പുകാരൻ, ഹി വാസ് എ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ദ എത്യോപ്യ. എത്യോപ്യ ഇന്ന് ദരിദ്രമായി പോയെങ്കിലും അന്ന് വലിയ സമ്പന്നമായ രാജ്യമാണ്. അപ്പൊ എത്യോപ്യ എന്ന് പറയുന്ന ഒരു റിച്ച് കൺട്രിയുടെ ഫിനാൻസ് മിനിസ്റ്ററുമായിട്ടാണ് ഫിലിപ്പോസ് സുവിശേഷം പങ്കുവച്ചിട്ടുള്ളത്. അതുപോലെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളെ ഇപ്പോ നോക്കുക. കൊർണേലിയോസ് ഒരു ശതാധിപനായിരുന്നു, അല്ലാതെ ഒരു വളരെ ദാനം കൊടുക്കുന്ന സമ്പന്നനായ ഉന്നതനായ ഒരു വ്യക്തിയായിരുന്നു. നമ്മൾ ബൈബിളിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം, ഫ്രം ദ ബിഗിനിങ് അവര് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളെ, ഇപ്പൊ സുറിയാനി സഭയുടെ വിശുദ്ധരായ ആളുകളെ ഈ റോമാ സാമ്രാജ്യത്തിന്റെ ഭരണം കൊടുക്കാം എന്നുള്ള പ്രോമിസ്, അതായത് മകളെ കല്യാണം കഴിച്ചു കൊടുക്കാം എന്നുള്ള പ്രോമിസ് ചക്രവർത്തി വെച്ചിട്ട് പോലും അതിനെ തിരസ്കരിച്ച ആളാണ് ഇപ്പം ഈ 2 ദിവസം കഴിയുമ്പോൾ സഭ പെരുന്നാൾ ആഘോഷിക്കുന്ന സെയിന്റ് ജോർജ് ഗീവറി സഹദ. അദ്ദേഹം അത്രയും ഉന്നതനായിരുന്നു, റോമൻ പട്ടാളത്തിലെ ഹൈ ഓർഡറിലുള്ള ആളായിരുന്നു. അതുപോലെ ബെഹനാൻ സഹദ രാജാവിന്റെ മകനായിരുന്നു. ഇങ്ങനെ അന്നത്തെ കാലത്തൊക്കെ ഒരുപാട് പ്രമുഖരായ ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ട്, കാരണം ആ ഗോസ്പൽ ശക്തിയുള്ള ഗോസ്പലായിരുന്നു, ശക്തിയുള്ള ഗോസ്പൽ. ഇന്നത്തെ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ദുർബലമായ ഗോസ്പലാണ്. ചെറിയ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് ഈ ദളിതരായ സാധാരണക്കാരായ ആളുകളെ അവരുടെ സാമൂഹിക അരക്ഷിതാവസ്ഥയിൽ നിന്നും അസമത്വത്തിൽ നിന്നും ഒക്കെ രക്ഷിച്ച് ഒരു ഇമേജ് ഒക്കെ കൊടുക്കാം, നിങ്ങൾക്ക് വയ്യ ക്രിസ്ത്യാനി ആയിക്കോ എന്നൊക്കെ പറഞ്ഞ് മാറ്റുന്ന പോലെ അല്ല. അന്ന് ട്രൂ ഗോസ്പൽ ആയിരുന്നു. ദാറ്റ് വാസ് സോ ഗ്ലോറിയസ്, സോ പവർഫുൾ. അതുകൊണ്ട് വളരെ ഉന്നതരായ ആളുകൾ അന്ന് സുവിശേഷ നിമിത്തം ക്രിസ്തീയ വിശ്വാസത്തിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ റോമിൽ ഈവൻ സീസറിന്റെ കൊട്ടാരത്തിൽ പോലും ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. നമ്മൾ റോമാലയനം വായിക്കുന്ന സീസറിന്റെ കൊട്ടാരത്തിലുള്ളവരെ വന്ദനം ചെയ്യുന്നെന്ന് പൗലോസ് എഴുതുന്നു. ഈവൻ സീസറിന്റെ കൊട്ടാരത്തിൽ പോലും ക്രിസ്ത്യാനികളുണ്ടായി. പക്ഷെ ബ്രദറെ, അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ചോദ്യം, ശരിക്കും പത്രോസും പൗലോസും ഒക്കെ തീരദേശങ്ങളിലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയല്ലേ സുവിശേഷം പ്രസംഗിച്ചത്? കൂടുതലും ആളുകളും സമൂഹത്തിൽ ഏറ്റവും അധകൃത വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ലേ ശരിക്കും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവര്? അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ക്രിസ്തീയ വിശ്വാസം അധകൃതരായിരുന്നു സ്വീകരിച്ചെങ്കിൽ ക്രിസ്തീയ വിശ്വാസം ഇത്രയും സ്പ്രെഡ് ചെയ്യത്തില്ല. അധകൃതര്, ഈ ഉന്നതരായ ആളുകൾ സുവിശേഷം സ്വീകരിച്ചെങ്കിൽ മാത്രം. ഉദാഹരണം പറഞ്ഞ ആന്ധ്രയിൽ ഇന്ന് വളരെയധികം ഈ ക്രിസ്തീയ പ്രവർത്തനങ്ങൾ സ്പ്രെഡ് ആയിട്ടുണ്ട്. അതിന്റെ കാരണം അവിടെ കുറെ ഉന്നത ഫാമിലീസ്, ഇപ്പം അവിടുത്തെ മുഖ്യമന്ത്രി YS രാജശേഖർ റെഡ്ഡി, അദ്ദേഹത്തിന്റെ മകൻ ജഗൻമോഹൻ റെഡ്ഡി, അതുപോലെയുള്ള ഇൻഫ്ലുവൻഷ്യൽ ഫാമിലീസ് അവിടെ ക്രിസ്തു വിശ്വാസത്തിൽ. അതുകൊണ്ട് അവരുടെ എന്ത് ചെയ്യുന്നുണ്ട്, വല്ലാതെ അത് സ്പ്രെഡ് ആയിട്ടുണ്ട്. അതേസമയം ദരിദ്രരായ വളരെ സമൂഹത്തിലെ പാർശ്വവൽകൃതരായ കുറെ പേരൊക്കെ സുവിശേഷം സ്വീകരിച്ച് നല്ല തല്ലുകൊണ്ടുകൊണ്ട് വീട്ടിൽ പോയിട്ടുണ്ടെന്നുള്ളതല്ലാതെ അവിടെ ഒന്നും സ്പ്രെഡ് ആയിട്ടില്ല. ഞാനിത് കുറ്റം പറയുന്നതല്ല. ഈ എവിടെയെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ അവിടെ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകൾ വന്നെങ്കിലേ അത് വിജയിക്കത്തുള്ളൂ. ശരിയാണ്. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ഞാൻ പറയാം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ വളർന്നു. എന്തുകൊണ്ടാണ്? കോരനും ചിണ്ടനും ചിരുതനും ഒക്കെ കൂടെ ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടത്തിയിരുന്നെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു കുന്തം ആകത്തില്ല. കാരണം ഇത് നമ്പൂരിപ്പാട് EMS, നായനാര്, അങ്ങനെയൊക്കെയുള്ള ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ഫാമിലീസിൽ നിന്നുള്ള ആളുകൾ ഇറങ്ങി നേതൃത്വം കൊടുത്തോണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത്.
അത് ആത്മീയം തന്നെയല്ലേ. ഏത് പ്രസ്ഥാനം മുന്നോട്ട് പോകണമെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ ഫാമിലീസും ആ സൊസൈറ്റിയിൽ അംഗീകരിക്കുന്ന ആളുകളും ഇറങ്ങിയെങ്കിലേ വിജയിക്കുള്ളൂ. അതൊരു ഫാക്റ്റാണ്, അല്ലാതെ ഇത് ക്രിസ്ത്യാനിറ്റിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അല്ല, ബ്രദർ പറയുന്ന ആശയം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ കേൾക്കുന്നവരതെങ്ങനെ പ്രതികരിക്കുന്നു? ഈ ഷിബു ബ്രദർ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞ, ഒരു രാജ്യത്തെ രാജാവ് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചാൽ അതിന് സമൂഹത്തിൽ വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് വലിയൊരു മാറ്റമാണ്. എന്നാൽ ഇപ്പൊ സംഭവിച്ചത് ഈ ഏറ്റവും താഴ്ന്ന ജീവിത നിലവാരമുള്ളവർ, ജാതി പറയല്ല, ഏറ്റവും താഴ്ന്ന ജീവിത നിലവാരമുള്ളവരും സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളും ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് കൊണ്ടാണ് ഇന്ത്യയിൽ കൂടുതലും സുവിശേഷം സ്പ്രെഡ് ചെയ്യാത്തതെന്നാണ് ഷിബു ബ്രദർ പറയുന്നത്, അല്ലേ? ഇന്ത്യയിലെ ക്രിസ്ത്യ വിശ്വാസം സ്പ്രെഡ് ചെയ്തത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനി വന്നത്. അത് കാരണം കേരളത്തിൽ കുറെ സൊസൈറ്റിയിൽ ഉന്നതരായ ആളുകൾ ആ ക്രിസ്ത്യ വിശ്വാസം സ്വീകരിച്ചത് കൊണ്ടാണ് അത് അത്ര സ്പ്രെഡ് ആയത്. മറ്റു സ്ഥലങ്ങളിൽ അങ്ങനെ ആകാഞ്ഞത് അവിടെ ആ രൂപത്തിലുള്ളവർ സ്വീകരിക്കാത്തതുകൊണ്ടാണ്. ഒരാൾ ചോദിച്ചിരിക്കുന്നു, എബ്രഹാം തോമസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ചോദിച്ചിരിക്കുകയാണ്, ബ്രാഹ്മണർ BC 2-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നതിന്റെ തെളിവുകൾ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അറിയാൻ വേണ്ടി ചോദിച്ച ആളാണ്. ബ്രാഹ്മണര് BC 2-ാം നൂറ്റാണ്ടില് ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ കർണാടക ബ്രാഹ്മണര്, കാനറീസ് ബ്രാഹ്മണരും കേരള ബ്രാഹ്മണരുമായിട്ട് അവരുടെ ആചാരത്തിലും ജീവിത രീതിയിലും ഒക്കെ ഐഡന്റിക്കലാണ്. അപ്പൊ കാനറീസ് ബ്രാഹ്മണരുടെ രേഖകളിൽ പറയുന്നത് BC 2-ാം നൂറ്റാണ്ട് മുതൽ അവർ കേരളത്തിലുണ്ടായിരുന്നെന്നും അവരുടെ കേരളത്തിലെ ശാഖകളുടെ പേരുകൾ, അവിടെ ഉണ്ടായിരുന്ന ശാഖകളുടെ ലീഡേഴ്സിന്റെ പേരുകൾ, അതിൻ്റെ വിവരങ്ങളെല്ലാം അവരുടെ രേഖകളിലുണ്ട്. അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിലും അത് കൊടുത്തിട്ടുണ്ട്. BC 2-ാം നൂറ്റാണ്ട്. ഇന്ന് കേരളത്തിൽ 8-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് ബ്രാഹ്മണർ ഉണ്ടായതെന്ന് വാദിക്കുന്ന കേരളത്തിൽ പുസ്തകം എഴുതിയിട്ടുള്ള ചരിത്രകാരന്മാരൊക്കെ ഇപ്പം മൗനം പാലിക്കുകയാണ്. അവരൊക്കെ അവരുടെ വാദം പിൻവലിച്ചിട്ടുണ്ട്. ഇപ്പൊ ആ വാദം നോ ലോങ്ങർ അവർ മുന്നോട്ട് വെക്കുന്നില്ല. നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ചരിത്രകാരന്മാർ എല്ലാ പുസ്തകം എഴുതിയവരോടൊക്കെ ചോദിക്കാവുന്നതാണ്. ഇപ്പൊ എല്ലാവരും ഏറെക്കുറെ പത്തി മടക്കിയിട്ടുണ്ട്. BC 2-ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിൽ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് ഉണ്ട്, nambudiri.com എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. അവരെല്ലാ എവിഡൻസും അതിനകത്തിട്ടുണ്ട്. നമ്മുടെ ഈ ചെറിയ ചർച്ചയ്ക്കകത്തിരുന്ന് ആ എവിഡൻസ് എല്ലാം എടുത്ത് കാണിക്കാൻ എനിക്ക് നേരമില്ല. കോഴിക്കോട് സാമൂതിരിയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകളിൽ BC 2-ാം നൂറ്റാണ്ട് മുതൽ ബ്രാഹ്മണർ വന്ന് ആ ചടങ്ങ് നടത്തിയിട്ടൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചരിത്രപരമായി വാലിഡാണ്. അപ്പൊ BC 2-ാം നൂറ്റാണ്ടിൽ നടന്ന ചടങ്ങിൽ ബ്രാഹ്മണര് അവിടെ അതിന് നേതൃത്വം കൊടുത്തെങ്കിൽ ബ്രാഹ്മണർ ഇവിടെ കേരളത്തിൽ ഇല്ലാതെ പിന്നെ ഓൺലൈനിൽ കൂടെ നടത്തിയെന്ന് പറയാൻ അന്ന് ഓൺലൈനൊന്നും ഇല്ലല്ലോ. അപ്പൊ നടത്തിയെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ ഉണ്ടായിരുന്നു തന്നെ അതിന്റെ അർത്ഥം. നിങ്ങൾ ആ സൈറ്റിൽ നോക്കുക, അവരതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തോമസ് ലീഗ ഇന്ത്യയിൽ വന്ന് ബ്രാഹ്മണരെ ക്രിസ്ത്യാനികളാക്കി എന്ന് തന്നെയാണ് ഷിബു ബ്രദർ വിശ്വസിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് തോമസ് ലീഗ ഈ കേരളത്തിൽ വന്നു എന്നുള്ളത് സംശയരഹിതമായ കാര്യമാണ്. ഇനി അദ്ദേഹം നമ്പൂതിരിമാരെ ആക്കിയോ ഇല്ലയോ എന്നുള്ളത്, അതിനെ എതിർക്കാൻ നമ്പൂതിരിമാർ ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ഇല്ലായിരുന്നു എന്ന വാദം തെറ്റാതെ ഞാൻ പറഞ്ഞു. നമ്പൂതിരിമാരുണ്ടാകാം, കാരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ നമ്പൂതിരിമാരെ എന്ത് ചെയ്യാം, അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് കാണാം. അപ്പൊ അതിനെ എതിർക്കാൻ പറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. സാജു ബ്രദർ പിടികിട്ടിയോ? എനിക്ക് മനസ്സിലായി. അല്ലാതെ അന്ന് നമ്പൂരി ഇവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് അതിനെ തിരസ്കരിക്കുന്നതിനെ ഞാൻ എതിർത്തേ. അല്ല, അദ്ദേഹം നമ്പൂരിയെ മാറ്റി എന്നുള്ള ഉറപ്പൊന്നും എനിക്കില്ല. പക്ഷെ നമ്പൂരിമാർ ഇവിടെ ഉണ്ടായിരുന്നു. അതൊരു അസംഭാവ്യമായ കാര്യമാണ്. ആ ഒരു വാദത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുമ്പം ചരിത്രപരമായിട്ടാണ് ഞങ്ങൾ അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നുള്ള വാദമൊന്നും വേണ്ട. BC 2-ാം നൂറ്റാണ്ട് തൊട്ട് കേരളത്തിൽ ബ്രാഹ്മണരുണ്ടായിരുന്നു, നമ്പൂരിമാരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആയിക്കൂടാഴികയില്ല. അതായത് ബ്രദർ ആ ഒരു കാര്യത്തിൽ പിന്നെ ഒരു കൃത്യമായ ഒരു ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ബ്രാഹ്മണരാണ് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചത് എന്നുള്ള ഒരു ഉറപ്പ് പറയാൻ പറ്റുന്നില്ല, താല്പര്യപ്പെടുന്നില്ല. ഞാൻ വ്യക്തിപരമായിട്ട് ബ്രാഹ്മണര് ക്രിസ്ത്യാനിയായി എന്ന് വിശ്വസിക്കുന്നില്ല. അല്ല, ശരി, ഓക്കെ. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല്, ഇപ്പോൾ ഇന്ന് ഈ ക്രിസ്തീയ വിശ്വാസികളായിട്ടുള്ള പാരമ്പര്യവാദികൾ പറയുന്നത്, ഞങ്ങൾ ഒരു കാലത്ത് ബ്രാഹ്മണരായിരുന്നു, ബ്രാഹ്മണർ എന്ന് പറഞ്ഞ ശ്രേഷ്ഠ കുലജാതി വെല്ലപ്പെട്ട ആളുകളായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ നമ്പൂതിരിമാരുടെ അല്ലെ ബ്രാഹ്മണന്മാരുടെ പിൻഗാമികളാണ് എന്നുള്ള ഒരു അഹങ്കാരം
ഇവരുടെ എപ്പോഴും ഇവരുടെ പ്രവർത്തനങ്ങളിലും ഇവരുടെ വാക്കുകളിലും സംസാരത്തിലും ഉണ്ട്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയായ ഒരു വ്യക്തി ക്രിസ്തുവിലാണോ പ്രശംസിക്കേണ്ടത് അതോ ബ്രാഹ്മണനിലാണോ പ്രശംസിക്കേണ്ടത് എന്നുള്ളൊരു വലിയ ആശയക്കുഴപ്പം അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിച്ചത്. അല്ല, അത് തന്നെ പറയുമ്പോൾ അതിന് ഇപ്പൊ അത്ര പുറകോട്ടൊന്നും വേണ്ട. വളരെ അടുത്ത കാലം വരെ ഈ സുറിയാനി ക്രിസ്ത്യാനികളുടെ ജീവിത രീതി, ആചാരങ്ങൾ ഇതെല്ലാം ബ്രാഹ്മണരുടേതുമായിട്ട് ഒത്തിരി സാമ്യമുണ്ട്. അപ്പം അത് ആ കാലഘട്ടത്തിൽ അങ്ങനെ അനുകരിക്കാൻ പറ്റത്തില്ല. ഇന്നിപ്പോ നമുക്ക് ആരുടെ വേണമെങ്കിലും വേഷം കെട്ടാം, ആരുടെ വേണമെങ്കിലും അനുകരിക്കാൻ ചോദ്യം ചെയ്യത്തില്ല. പക്ഷെ പഴയ കാലത്ത് ഓരോന്നിനും നിശ്ചിതമായ നിയമങ്ങളുണ്ടായിരുന്നു സമൂഹത്തിൽ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരു നമ്പൂതിരിയെ പോലെ ഒരാൾക്ക് നടക്കാൻ, ഇപ്പം ഒരു മറക്കൊട വെച്ചോണ്ട് അന്തർജനങ്ങൾക്ക് നടക്കാൻ പറ്റുമോ? അതേസമയം വേറൊരു താഴ്ന്ന ജാതിപ്പെട്ട ഒരു സ്ത്രീ ഒരു മറക്കൊടയായിട്ട് പോയി കഴിഞ്ഞാൽ പച്ചയ്ക്ക് കത്തിച്ച് കളയും. അന്നത്തെ കാലമാണ്. ഈവൻ മുല മറയ്ക്കാൻ പോലും നിയമമില്ലാഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഓരോരുത്തർക്കും പറ്റിയ വസ്ത്രധാരണം, ജീവിത രീതി ഇതെല്ലാം ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾക്ക് നമ്പൂരിമാരുടെ സമമായി കുടുംബ വെക്കുകയും കടുക്കനിടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു കാലഘട്ടമാണ്. ഇപ്പൊ കുടുംബ വെച്ചിരുന്നു ക്രിസ്ത്യാനികൾ, കടുക്കനിട്ടിരുന്നു എന്നൊക്കെ നമ്മൾ രേഖകളിൽ വായിക്കുമ്പം ബ്രാഹ്മണരുടെ ഇതിന് തുല്യമായ ആചാരങ്ങൾ അവർക്കുണ്ടായിരുന്നു. പക്ഷെ ബ്രാഹ്മണർ അതിനെ എതിർത്തിരുന്നില്ല. മറ്റൊരു ജാതിക്കാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ സമൂഹം, ഇന്നിപ്പോ ആർക്ക് ഏത് വേഷം വേണമെങ്കിലും കെട്ടാം. പൊരുത്തം കുടുംബം വെക്കുകയോ തലമൊട്ടടിക്കുകയോ ചെയ്ത് ഇന്ന് ചോദ്യമില്ല, പക്ഷെ അന്ന് ചോദ്യം ഉണ്ടായിരുന്നു. അതാ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ബ്രദർ പറഞ്ഞത് ആയിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണർ മാത്രം ആയിരിക്കില്ലേ അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികളായത്? മറ്റുള്ള താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളുകൾക്കും ബ്രദർ പറഞ്ഞ ഒരു ആശയം, അതായത് ഒരുവൻ അവന്റെ ജാതിയിൽ നിന്ന് മറ്റൊരു വിശ്വാസം സ്വീകരിക്കുമ്പോഴും അവന്റെ ജന്മസിദ്ധമായിട്ടുള്ള അവന്റെ ഒരു രീതികൾ മാറുന്നില്ല, അവന്റെ സ്വഭാവം മാറുന്നില്ല, അവന്റെ മറ്റ് രീതികൾ മാറുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആരംഭകാലത്തിൽ ക്രിസ്തീയ വിശ്വാസം ബ്രാഹ്മണരാണ് സ്വീകരിച്ചെങ്കിൽ മറ്റ് ചെറിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊന്നും ഈ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചില്ല എന്ന് പറയേണ്ടി വരില്ലേ? കാരണം അവരുടെ കൂട്ടത്തിൽ ഇവരെ കൂട്ടുകയല്ലോ. സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു, മറ്റ് ജാതികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പലതരത്തിലുള്ള ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ കുടുംബങ്ങളും തായ് വഴികളും ഒക്കെ പഴയ കാലത്ത് നോക്കുമായിരുന്നു. അപ്പൊ അവർക്ക് ആ കാലഘട്ടത്തിൽ അതേക്കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നു, ഇന്ന വിഭാഗത്തിൽ നിന്ന് വന്ന ക്രൈസ്തവർ. പക്ഷേ ഈ ദളിതർ എന്ന് പറയുന്ന ആളുകൾ ക്രിസ്ത്യാനിത്വത്തിലേക്ക് വരുന്നത് ഈ സായിപ്പുമാർ വന്ന് അല്ലെങ്കിൽ മിഷണറിമാർ വന്നു കഴിഞ്ഞു. അതിനു മുമ്പ് ദളിതർ ഒരിക്കലും ഈ ഒരു സാമൂഹിക മുഖ്യധാരയിലേക്ക് വന്നിട്ടേ ഇല്ല. ഞാൻ പറയുന്നത് അവരൊരിക്കലും ഈ മുഖ്യധാരയിൽ വന്നിട്ടില്ല. ഈ ജീവിതത്തിന്റെ മുഖ്യധാരയിൽ ഇടപെടുന്ന ആളുകൾക്കായിരുന്നു മതവും മതവിശ്വാസവും അതിന്റെ വ്യത്യാസമൊക്കെ ഉണ്ട്. കേരളത്തിലെ ദളിതരെയൊക്കെ സംബന്ധിച്ച് അവരൊരിക്കലും ഹിന്ദുക്കളുമായിരുന്നില്ല. അവരൊരിക്കലും ക്ഷേത്ര ദർശനം നടത്തുകയോ ക്ഷേത്രത്തിൽ പോവുകയോ ഒന്നും ചെയ്യുന്നവരായിരുന്നില്ല. ദേ ആർ നത്തിങ്. പക്ഷെ അത് ഇന്ത്യ രൂപീകരിക്കപ്പെട്ട സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലാണ് പിന്നീട് ഇവരെയൊക്കെ ഹിന്ദുക്കളെന്ന് രേഖപ്പെടുത്താനുള്ള ഒരു തന്ത്രം രൂപപ്പെട്ടേക്ക്. അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ എണ്ണം പെർസെന്റേജ് വളരെ കുറഞ്ഞു പോയനെ. ഈ ദളിതരെ എല്ലാം കൂടെ ഹിന്ദുക്കളാക്കിയതാണ്. ഒരിക്കലും ക്ഷേത്രത്തിൽ കയറാൻ അനുവാദമില്ലാത്ത അവരെങ്ങനെ ഹിന്ദുക്കളാകുന്നത്? അവര് ക്ഷേത്രത്തിന്റെ 7 അയൽവക്കത്ത് പോലും ഇവർക്ക് പോകാൻ പറ്റില്ല. പക്ഷെ അവരെ ഹിന്ദുക്കളെന്ന് വിളിക്കാൻ ഇന്ന് ഇവർക്ക് നാണമില്ല. ഇപ്പോഴും അവർ ഹിന്ദുക്കളല്ല, അവരൊരിക്കലും ഹിന്ദുക്കളായിരുന്നില്ല. അല്ല, അവരൊരിക്കലും ഹിന്ദുക്കളായിരുന്നില്ലെന്ന് മാത്രമല്ല, അവരെ ഇന്നും ഹിന്ദുക്കളായിട്ട് വെറുതെ പേര് മാത്രമേ ഉള്ളൂ, മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നില്ല. ഇല്ല, പക്ഷെ ഇന്നിപ്പം അവർക്ക് ഹിന്ദു എന്നൊക്കെ പറഞ്ഞൊരു അഭിമാനമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ അല്ല പറഞ്ഞത്, നേരത്തെ അവരൊരിക്കലും ഹിന്ദുക്കളായിരുന്നില്ല. അവരൊരു മതത്തിലോ പ്രത്യേകിച്ച് അവർ മനുഷ്യരായിട്ട് പോലും അവരെ കണ്ടിരുന്നില്ലെന്നുള്ളതാണ്. മൃഗങ്ങൾക്ക് തുല്യമായിട്ടാണ് അവരെ പരിഗണിച്ചിരുന്നത്. ബ്രദർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ഷിബു ബ്രദർ പറയുന്നത് ഇത് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയാണ്. അതായത് ആരംഭകാലത്തിൽ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവര് ബ്രാഹ്മണരായിരുന്നു. ബ്രാഹ്മണ കുലത്തിൽപ്പെട്ട ആളുകളുടെ പിൻതലമുറക്കാരാണ് ഇന്ന് കാണുന്ന പാരമ്പര്യ ക്രിസ്ത്യാനികൾ. എന്നാൽ പിന്നീട് സായിപ്പന്മാരുടെ വരവോടുകൂടിയാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചതെന്നാണ് ഷിബു ബ്രദർ പറയുന്നത്. അങ്ങനല്ല പറഞ്ഞത്. ആരംഭകാലം തൊട്ട് പല വിഭാഗത്തിൽപ്പെട്ടവർ ക്രിസ്ത്യാനികളായിട്ടുണ്ട്, ബ്രാഹ്മണരുമായിട്ടുണ്ട്. ആരംഭകാലം മുതൽ ഓക്കെ. എന്റെ ഒരു ചോദ്യം, ഇന്ന് തന്നെ വെളുത്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കറുത്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ചർച്ച് ഓഫ് ഗോഡ് സ്റ്റേറ്റ് ഡിവിഷനും ആയിരിക്കുന്നത്.
ഞാൻ ഈ സ്കിന്നിന്റെ കളറിനെ പറ്റി പറഞ്ഞു. ബ്രാഹ്മണർ ഞാൻ പറയാൻ വന്ന ആശയം ഒന്ന് തീർത്തോട്ടെ. അപ്പോൾ ഇന്ന് ഇത്രയും ജാതി ചിന്ത ഉള്ളപ്പോൾ ഈ 1000 വർഷങ്ങൾക്ക് മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് എത്രമാത്രം ജാതി ചിന്ത ഉണ്ടായിരിക്കണം തോമസ് ലീഗ വന്ന സമയത്ത്? ഉണ്ടായിരുന്നല്ല. അത് സ്കിൻ കളറിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, സ്കിൻ കളറ് ബ്രാഹ്മണരുടെ ഇടയിലും കറുത്ത ബ്രാഹ്മണരുണ്ട്, നല്ലപോലെ കറുത്ത ബ്രാഹ്മണരുണ്ട്. അപ്പൊ സ്കിൻ കളറുമായിട്ട് വലിയ ബന്ധമില്ല. ഉത്തരേന്ത്യയിലെ പിന്നെ ദളിതർ പലരും വെളുത്തതാണ്. ഈ അംബേദ്കറൊക്കെ എന്തോ വെളുത്തായിരുന്നു അറിയോ. അപ്പം തൊലിയുടെ നിറവുമായിട്ട് ബന്ധപ്പെട്ട് മലയാളികൾ മാത്രമാണ് അങ്ങനെ ഇരിക്കുന്നത്. തൊലി നിറവും ജാതിയായിട്ട് ബന്ധമൊന്നും പിടികിട്ടിയോ? അതായത് ഉത്തരേന്ത്യയില് നിങ്ങൾക്കറിയാലോ, ദളിതർ വെളുത്ത ദളിതരെ കണ്ടിട്ടില്ലേ? അതുകൊണ്ട് ഇവിടെ ദളിത് വിഭാഗത്തിൽപ്പെട്ടൊരു വെളുത്ത കളറുള്ളവരാണ്. അവരെ കണ്ട അറിയത്തൊന്നുമില്ല ദളിതനാന്ന് പറഞ്ഞാലേ അറിയത്തില്ല. അപ്പൊ കേരളത്തിൽ മാത്രമാണ് കറുത്തിരിക്കുമ്പോഴൊക്കെ അത് ഒരിക്കലും തൊലിയുടെ നിറം. ഞാൻ ചോദിച്ചൊരു ചോദ്യം, ബ്രാഹ്മണർ ഒരിക്കലും ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ അംഗീകരിക്കില്ല. അങ്ങനെയെങ്കിൽ ഈ 2000 തോമസ് ലീഗ വന്ന സമയത്ത് ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായില്ല. അതായത് ഈ ദളിതരെന്ന് പറയുന്ന ഒരു വിഭാഗം അന്ന് ഇവരുടെ ചിന്തയിൽ പോലും വരുന്നില്ല. അവരുമായിട്ട് യാതൊരു ഇന്ററാക്ഷനും ഇല്ല. സമൂഹത്തിന്റെ മെയിൻ വാക്കിൽ അവരില്ല. അപ്പൊ പിന്നെ അവരുടെ കാര്യം പരിഗണിക്കേണ്ട. മറ്റാളുകളുണ്ട്, മറ്റു ജാതിക്കാരുണ്ട്, അവര് മാറിയെന്ന് ഞാൻ പറഞ്ഞു. പഞ്ചമൻ എന്ന് പറയും. പഞ്ചമൻ എന്ന് പറഞ്ഞാൽ അതായത് ചാതുർവർണ്ണ 4 ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഈ ശൂദ്രൻ എന്ന് പറയുമ്പോഴൊക്കെ നായര് വന്ന് നിൽക്കുകയാണ്. ഏറ്റവും ശൂദ്രൻ അതങ്ങനെ കുറഞ്ഞ ആളുകളുണ്ട്. ശൂദ്രൻ കഴിഞ്ഞ് പിന്നെ പഞ്ചമനുണ്ട്. പഞ്ചമൻ എന്ന് പറഞ്ഞാൽ 5ാം വിഭാഗം. മനസ്സിലായോ? പഞ്ചമ വിഭാഗത്തിൽപ്പെട്ടതാണ് ഈഴവരും മറ്റ് ആ രൂപത്തിലുള്ള ആളുകൾ. പഞ്ചമനം കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് അയിത്തക്കാരൻ വരുന്നത്. അയിത്തക്കാരൻ എന്ന് പറഞ്ഞാൽ ഔട്ട്കാസ്റ്റ് ആണ്. അവര് ചണ്ടാളെന്ന് പറയും. ഔട്ട്കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും ജീവിതത്തിൽ മെയിൻ വാക്ക് വരുന്നില്ല. അപ്പൊ അവരെ പറ്റി പരിഗണിക്കേണ്ട കാര്യമില്ല, അവരെ പറ്റി ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഇതിനകത്ത് ഒരുപാട് ആളുകൾ ക്രിസ്ത്യാനികളായിട്ട് വന്നിട്ടുണ്ട്. ബ്രാഹ്മണർ മാത്രമല്ല, ബ്രാഹ്മണരും വന്നിട്ടുണ്ട്. ഇത് സിറിയൻ കുടിയേറ്റം വന്നതോടുകൂടെ ക്രിസ്ത്യാനികളാകുന്നവർക്ക് സാമൂഹികമായി സുരക്ഷയും ഔന്നത്യവും കൈവന്നപ്പം ധാരാളം ആളുകൾ ക്രിസ്തു വിശ്വാസം സ്വീകരിച്ചു. കാരണം ഈ ഒരു അപ്ഗ്രേഡേഷൻ കിട്ടുമല്ലോ സൊസൈറ്റിയിൽ, ഒരു മാന്യത കിട്ടും. അന്നിപ്പോ പ്രത്യേകിച്ച് ഇന്നിപ്പോ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രോഗം വെച്ചാൽ മുത്തുക്കുട വെക്കാം. ഇപ്പൊ നിങ്ങളൊരു പെന്തക്കോസിന്റെ രോഗം വെച്ചു, 10 മുത്തുക്കുട ആ വാതക വലിച്ചു കിട്ടി ആരും ചോദിക്കത്തില്ല, നീ എന്തിനാണ് മുത്തുക്കുട വെച്ചെന്ന് ചോദിക്കോ? ഇല്ല. പക്ഷെ അന്നത്തെ കാലത്ത് മുത്തുക്കുട, ആലവട്ടം, വെഞ്ചാമരം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെക്കണമെങ്കിൽ ഇന്ന സൊസൈറ്റിയിൽ ഇന്ന ജാതിക്ക് മുകളിലുള്ളവർക്ക് അത് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ വെക്കാൻ ക്രിസ്ത്യാനികൾക്ക് അവകാശം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പള്ളിയിൽ ഈ പ്രദക്ഷിണമൊക്കെ ഇറങ്ങുമ്പോൾ അവരിപ്പോഴും മുത്തുക്കുടയായിട്ട് ഇറങ്ങുന്നത്. ഇന്നിപ്പോ മുത്തുക്കുട കൊണ്ട് പോകുന്നതിനകത്ത് വലിയ പ്രസക്തി ഇല്ല. ഇന്നിപ്പോ ആർക്കും മുത്തുക്കുട കൊണ്ട് പോവാം. അന്ന് മുത്തുക്കുട കൊണ്ട് പോയാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു സോഷ്യൽ അപ്ഗ്രേഡേഷൻ കിട്ടിയ ആളുകളാണെന്ന് കാണിക്കാനാണ്. ഇന്ന് ഈ വഴിയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി മുത്തുക്കുട വെച്ച് ബാൻഡ് അടിച്ചു പോകുന്നതിനകത്ത് ഒരർത്ഥവും ഇല്ല. അതൊക്കെ ചെയ്യുന്നത് തെറ്റാണ്, അതിന്റെ ആവശ്യമില്ല. അന്ന് അത് ഉണ്ടായിരുന്നു സൊസൈറ്റിയുടെ ഒരു അപ്ഗ്രേഡേഷൻ. അതുകൊണ്ട് ഒത്തിരി ആളുകൾ ക്രിസ്ത്യാനികളായി ഈ സോഷ്യൽ അപ്ഗ്രേഡേഷൻ കിട്ടാൻ വേണ്ടി. അത് പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ചോദ്യം, ഈ തോമസ് ലീഗ ഇന്ത്യയിൽ വന്നു എന്നുള്ളത് ഈ പാരമ്പര്യ വിശ്വാസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ബ്രദർ, അല്ലെങ്കിൽ ചില ആളുകൾ രേഖപ്പെടുത്തി എന്നുള്ളത് മാത്രമാണ് ബ്രദർ പറഞ്ഞത്. അതിന് വ്യക്തിപരമായിട്ട് ആർക്കിയോളജിക്കൽ പരമായിട്ടോ മറ്റെന്തെങ്കിലും ഒരു തെളിവുകൾ അല്ലെങ്കിൽ രാജാക്കന്മാർ എഴുതി കൊടുത്ത തോമസ് ലീഗ ഇന്ത്യയിൽ 2 പ്രാവശ്യം വന്നു എന്നാണ് സഭയുടെ പാരമ്പര്യം. അല്ല, സഭയുടെ പാരമ്പര്യമായിട്ടാണ് പറഞ്ഞത്. പക്ഷെ അതിന് ചരിത്രപരമായിട്ട് തെളിവുകളാണ് സമർപ്പിക്കാൻ പറ്റുന്നത്. ചരിത്രപരമായിട്ട് പറയാം. ചരിത്രപരമായിട്ട് ഇപ്പൊ ആക്ട്സ് ഓഫ് തോമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AD 200 എഴുതിയ പുസ്തകം. AD 200 എഴുതിയ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചരിത്രമല്ലേ? 1800 വർഷം മുമ്പത്തെ ഗ്രന്ഥത്തില് തോമസ് ലീഗ വന്നതിനെ പറ്റി എഴുതുമ്പം അദ്ദേഹം നോർത്ത് ഇന്ത്യയിലാണ് വന്നത്. അതായത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ഭാഗത്ത് വന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ ഗോണ്ട്ഫാറസ് എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു. ഈ ഗോണ്ട്ഫാറസ് രാജാവിന് ഒരു കൊട്ടാരം പണിയാൻ വേണ്ടി അതിന്റെ കൊട്ടേഷൻ പിടിക്കുന്നതായിട്ടാണ് ആ കഥയ്ക്കകത്തുള്ളത്. അങ്ങനെ ഇദ്ദേഹം അവിടെ കൊട്ടാരം പണിയാൻ വേണ്ടി വലിയ സമ്പത്ത് ഈ രാജാവിൽ നിന്ന് വാങ്ങിച്ചെടുക്കുകയും ഇദ്ദേഹം കൊട്ടാരം പണിയാതെ ഈ പൈസയൊക്കെ പാവങ്ങൾക്ക് വിതരണം ചെയ്യും.
അങ്ങനെ അവസാനം ഇദ്ദേഹം അറസ്റ്റിലായി. ഇദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരു ഘട്ടത്തിൽ വരുമ്പോൾ ഈ രാജാവിൻ്റെ അനിയൻ മരിച്ച് പോയി ഈ രാജാവിൻ്റെ പേര് വലിയൊരു കൊട്ടാര സ്വർഗത്തിലുള്ളതായിട്ട് കണ്ടു. പിന്നീട് രാജാവിൻ്റെ അനിയൻ തിരിച്ച് ജീവിതത്തിലോട്ട് വന്ന് ഈ സാക്ഷ്യം പറയുകയാണ്, ഇന്നപോലെ വലിയൊരു കൊട്ടാരം. അപ്പം ഇദ്ദേഹം സത്യത്തിൽ കൊട്ടാരം സ്വർഗത്തിൽ പണിതു എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന ഒരു സ്റ്റോറി. ഇതോടെ പശ്ചാത്താപിച്ച് ഗോണ്ടുഫോറസ് രാജാവ് ക്രിസ്ത്യ വിശ്വാസം സ്വീകരിച്ചെന്നും ആ പ്രദേശത്ത് വലിയൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടായെന്നുമാണ് അതിൻ്റെ ഒരു രത്ന ചുരുക്കം. ഇതിനെ ചരിത്രകാരന്മാർ പുച്ഛിച്ചു തള്ളി സുറിയാനി ക്രിസ്ത്യാനികളുടെ പൊട്ടക്കഥ എന്ന് പറഞ്ഞ് തള്ളിയിരുന്നു 19-ാം നൂറ്റാണ്ട് വരെ. കാരണം ഗോണ്ടുഫോറസ് എന്ന് പറഞ്ഞൊരു രാജാവ് ജീവിച്ചിരുന്നില്ല, ഹിസ്റ്ററിയിലെങ്ങും അങ്ങനെ ഒരു രാജാവിനെ കാണുന്നില്ല. അതുകൊണ്ട് ഇത് വേറെ ഒരു പൊട്ടക്കഥയാണെന്ന്. എന്നാൽ 19-ാം നൂറ്റാണ്ട്, അതായത് 1864 ഗോണ്ടുഫോറസ് രാജാവിന്റെ ചിത്രവും പേരുമുള്ള വെള്ളി നാണയങ്ങൾ ഖനനം ചെയ്തെടുത്തു. ഗോണ്ടുഫോറസ് എന്നുള്ള രാജാവ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ഈ പുരാവസ്തു ഗവേഷകരും ചരിത്ര ഗവേഷകരും സ്തബ്ധരായിപ്പോയി. ഇന്ന് അവർക്ക് നാവില്ല. കാരണം സുറിയാനി ക്രിസ്ത്യാനികളുടെ പൊട്ടക്കഥയല്ലെന്ന് 10-15 നൂറ്റാണ്ട് അത് പൊട്ടക്കഥയാണെന്ന് പറഞ്ഞിരുന്നവര് നാണയങ്ങൾ കണ്ടെടുത്ത് കഴിയുമ്പോൾ മിണ്ടാട്ടമില്ല. അപ്പൊ ഇതെങ്ങനെയാണ് ഇത് എഴുതിയിരുന്നത്? അപ്പൊ ഇത് തോമാസ് ലീഗ ഇന്ത്യയിൽ വന്നു, അത് ഒന്നാമത്തെ വരവാണ്. രണ്ടാമത് കന്യകാമറിയത്തിന്റെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തോമാസ് ലീഗ യെരുശലേമിൽ പോയിട്ട് വീണ്ടും രണ്ടാമത്തെ വരവാണ് AD 52 കൊടുങ്ങല്ലൂർ വരുന്നത്. അപ്പൊ ആദ്യത്തെ ഭാഗത്ത് വന്ന് നോർത്ത് ഇന്ത്യയിൽ, അതായത് അഫ്ഗാനിസ്ഥാൻ, ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ പറഞ്ഞോ. ഇവിടെ 1-2 പേര് കമന്റ് എഴുതിയതിൽ ഒരു മറുപടി ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോവാം. ഒരാള് എഴുതിയേക്കുന്നു സാജു പ്ലിങ്. അപ്പൊ ബ്രദർ, ഇതിട്ട് കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഞാനൊരു ഡിബേറ്റ് അല്ല ചെയ്യുന്നത്, നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം. നിങ്ങളുടെ മനസ്സിലുള്ള ജാതീയ ചിന്ത, മതചിന്ത, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു പെന്തക്കോസുകാരനും ഒരു ഓർത്തഡോക്സുകാരൻ തമ്മിൽ സംസാരിക്കുന്നു, ആ ചിന്ത നിങ്ങൾ മാറ്റണം. ഞാൻ ചോദിക്കുന്നു, അദ്ദേഹം പറയാനുള്ളത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാനൊരു ഡിബേറ്റ് അല്ല ചെയ്യുന്നത്. അപ്പോ ഇവിടെ ഒരു ജയവും തോൽവിയല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, തോമാസ് ലീഗ ഇന്ത്യയിൽ വന്നു എന്ന് പറയുമ്പോൾ വന്നു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയാൽ അതിൽ അഭിമാനം കൊള്ളുന്നയാളാണ് ഞാൻ. കാരണം യേശുവിന്റെ ഒരു ശിഷ്യൻ തോമാസ് ലീഗ ഇന്ത്യയിൽ വന്നു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്. എന്താണ് കുഴപ്പം? അത് ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ ഞാനിവിടെ ജയവും തോൽവിക്കും വേണ്ടി ഇരിക്കുന്നതല്ല. നിങ്ങളോട് ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ എഴുതി ചോദിക്കാനാണ് പറഞ്ഞത്. മനസ്സിലായോ? അല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു ഡിബേറ്റ് നടത്തുമല്ല. ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നാളെ എന്നിട്ട്, ഒരു മിനിറ്റ് ബ്രദറെ, നാളെ എന്നിട്ട് പറയരുത് അത് ചോദിക്കാൻ പറ്റിയില്ല, ഇത് ചോദിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ ഓരോ പോയിന്റുകളും ഞാൻ ഈ പുസ്തകമൊക്കെ റെഫർ ചെയ്തിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട് ഈ വിഷയത്തെ കുറിച്ച്. പക്ഷെ ഞാൻ ഈ ഷിബു ബ്രദറിനോട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ വിഷയത്തെ കുറിച്ച് അറിവുണ്ട്. അപ്പോൾ അദ്ദേഹം എത്രമാത്രം അറിവുണ്ട് അത് അദ്ദേഹം പറയുന്നു. അല്ലാതെ ഞാൻ ഇതിൻ്റെ അകത്തൊരു കൺക്ലൂഷൻ പറയാനല്ല വന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, തോമാസ് ലീഗ ഇന്ത്യയിൽ വന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അഭിമാനമാണ്. കാരണം യേശുവിന്റെ ഒരു ശിഷ്യനെങ്കിലും ഇവിടെ വന്നല്ലോ. ഇതാണ് ഞാൻ ഈ പറഞ്ഞു വന്നേ. പക്ഷേ ഈ തോമാസ് ലീഗ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നുള്ളത് ഇപ്പൊ പല ആളുകളും പുസ്തകങ്ങൾ എഴുതി മറ്റു പല കാര്യങ്ങളും ചെയ്തു. ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അതിന്റെ പശ്ചാത്തലമാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം ഇതുമാണ്, തോമാസ് ലീഗയ്ക്ക് പ്രായമുള്ളയാളായിരുന്നു, അദ്ദേഹം ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് ഒന്ന് ചോദിച്ചു. അതിന് നിങ്ങൾ ലൈവായിട്ട് മറുപടി കേട്ടോണ്ടിരിക്കുകയല്ലേ. രണ്ടാമത്തെ എന്റെ ചോദ്യം, ഈ ബ്രാഹ്മണർ ഇന്ത്യയിൽ 7-ാം നൂറ്റാണ്ട് മുതലാണ് ചരിത്രരേഖകൾ കാണുന്നത്. അപ്പോൾ ഷിബു ബ്രദർ പറഞ്ഞു 2-ാം നൂറ്റാണ്ട് മുതൽ ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ അവരൊരു വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ അതിന്റെ സൂക്ഷ്മം പരിശോധിക്കാം. ഞാനത് പരിശോധിക്കും. BC 2 വന്നു എന്ന് പറയുന്നു, ഞാനത് പരിശോധിക്കും. അപ്പം ഞാന് ചരിത്രരേഖകളിലൊക്കെ ഞാനും ഇത് റെഫർ ചെയ്യുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ 7-ാം നൂറ്റാണ്ട് മുതലാണ് കാണുന്നത്. പിന്നീട് ഈ മനുഷ്യന്റെ തൊഴിലിന്റെ അനുസരിച്ച് തിരിക്കുന്നത് ഏത് കാലഘട്ടങ്ങളിലാണ്? BC 4 അല്ല AD 4-ാം നൂറ്റാണ്ടിലെങ്ങാണ്ട് വരുമ്പോഴാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പറയാം. അതിനു മുമ്പ് എങ്ങനെയാണ് തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ദളിതനെന്നും അപ്പർ കാസ്റ്റ് എന്നും മിഡിൽ കാസ്റ്റ് എന്നും തിരിക്കുന്നത്? എങ്ങനെയാണ്? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. നിങ്ങൾ
ഇത് കേൾക്കുക, അല്ലാതെ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും നിങ്ങൾ മനസ്സിലാക്കണ്ട. അപ്പൊ ബ്രദറെ, ഞാൻ ചോദിക്കുന്നത്, എന്റെ ചോദ്യം ഇതാണ്. ഞാൻ ചോദിച്ചു, അതായത് ബ്രാഹ്മണരാണ് ഇതിൻ്റെ അകത്തേക്ക് വന്നതെങ്കിൽ മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ടവരെ എങ്ങനെയാണ് അവർ ഉൾക്കൊണ്ടത് എന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അന്നേരം ബ്രദർ പറഞ്ഞു, അത് മാത്രമല്ല, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ശൂദ്രൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. ശൂദ്രന്മാരിൽ തന്നെ അശുദ്ധൻ എന്ന് തിരിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ കാണുന്ന ചണ്ടാളൻ എന്നൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അതൊക്കെ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് വന്ന് നമുക്ക് ഒരുപാട് ജാതി ചിന്താഗതികളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, ബ്രാഹ്മണരുടെ കൂടെ ഒരിക്കലും ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട, താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളിരുന്ന് പ്രാർത്ഥന കൂടില്ല, ആരാധന കൂടാൻ സാധ്യത വളരെ കുറവാണ് അന്നത്തെ കാലത്ത്. ഇന്നത്തെ കാലത്ത് പറ്റുന്നില്ല, പിന്നെ അന്നത്തെ കാലത്ത് ഉണ്ടാവും. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്. അതിനെന്താണ് ഒരു ഉത്തരം കൃത്യമായിട്ട് പറയാനുള്ളതെന്നാണ് ഞാൻ ചോദിച്ചത്. ബ്രദറിന് പറയാം. ഇല്ല, അന്നത്തെ കാലത്ത് ഈ പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് ഈ സിറിയൻ കുടിയേറ്റത്തിന് ശേഷം സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞു. സിറിയൻ കുടിയേറ്റം വന്നു കഴിഞ്ഞപ്പോൾ തദ്ദേശീയരായ പല വിഭാഗക്കാർ ഈ സോഷ്യൽ അപ്ഗ്രേഡേഷൻ കൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിലോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് വ്യാപകമായിട്ടൊരു ക്രിസ്ത്യാനിത്വം കേരളത്തിൽ രൂപപ്പെടുന്നത്. അല്ലാതെ കേരളത്തിലുണ്ട ക്രിസ്ത്യാനികളെല്ലാം ബ്രാഹ്മണരായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പൊതുവെ തോമാസ് ലീഗ ഇവിടെ സുവിശേഷം അറിയിച്ചത് ഇവിടെ ഉണ്ടായിരുന്ന യഹൂദരെ ആയിരിക്കും. കാരണം അവരിലേക്കാണ് കർത്താവ് സ്ലീഹന്മാരെ അയച്ചിട്ടുള്ളത്. അപ്പൊ യഹൂദരാണ് ആദ്യകാലത്ത് ക്രൈസ്തവരായിട്ട് മാറിയിട്ടുള്ളത്. ഒപ്പം ബ്രാഹ്മണരും ക്രിസ്ത്യാനികളായി കൂടാഴികയില്ല. അതുകൊണ്ടാണ് ഞാൻ ബ്രാഹ്മണര് ക്രിസ്ത്യാനിയായി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ബ്രാഹ്മണര് ക്രിസ്ത്യാനിയായി എന്നുള്ള പാരമ്പര്യത്തെ ചരിത്രപരമായി ഖണ്ഡിക്കാം എന്ന് ആരും കരുതണ്ട. കാരണം ചരിത്രപരമായിട്ട് കേരളത്തിൽ 1-ാം നൂറ്റാണ്ടിൽ ബ്രാഹ്മണരില്ലായിരുന്നു എന്നുള്ള വാദം പൊള്ളയാണ്. ബ്രാഹ്മണരുണ്ടായിരുന്നു. അതുകൊണ്ട് അത് സംഭവ്യമാണ്. അത് അബദ്ധജടിലമോ അസംഭാവ്യമോ ആണെന്ന് പറഞ്ഞ് തിരസ്കരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ തോമാസ് ലീഗ ഇന്ത്യയിൽ വന്ന് ശരിക്കും ഇന്ത്യയിലുള്ള ആളുകളെ പ്രതീക്ഷിച്ചാണോ വന്നേ, അതോ ഇസ്രായേലിലുള്ള അല്ലെങ്കിൽ യഹൂദന്മാരെ ഈ BC 10-ാം നൂറ്റാണ്ട് മുതൽ യഹൂദന്മാരുടെ ഒരു സാന്നിധ്യം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെന്നാണ് ഞാൻ ചരിത്രയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ യഹൂദന്മാരെ ഉദ്ദേശിച്ച് മാത്രമാണോ വന്നത്? അങ്ങനെയാണെങ്കിൽ യഹൂദന്മാരെ ഉദ്ദേശിച്ച് മാത്രമാണ് വന്നതെങ്കിൽ പിന്നെ മറ്റുള്ളവരെ എന്തുകൊണ്ട് മാമോദിസ മുക്കി എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. അതെ, യഹൂദന്മാരെ മാത്രം ഉദ്ദേശിച്ചാണ്. ഡയസ്പോരകളിലേക്കാണ് അപ്പോസ്തലന്മാര് പോയിട്ടുള്ളത്. ഈ പ്രവാസ കേന്ദ്രം, യഹൂദന്മാരുടെ പ്രവാസ കേന്ദ്രങ്ങൾ, ജൂവിഷ് ഡയസ്പോരാസ് അന്വേഷിച്ച് മാത്രമാണ് അപ്പോസ്തലന്മാർ പോയിട്ടുള്ളത്. എവിടെയൊക്കെ യഹൂദന്മാരുണ്ടോ അവിടെ മാത്രമേ പോയിട്ടുള്ളൂ. അതിവരുടെ പ്രവർത്തന രീതി കാണുമ്പോഴും നമുക്കറിയാം. അപ്പോ ഇവരെ സംബന്ധിച്ച് തോമാസ് ലീഗയ്ക്ക് ഇന്ത്യയിലേക്ക് നറുക്ക് വീഴുകയും പത്രോസ് ലീഗായും യോഹന്നാസ് ലീഗായും തോമാസ് ലീഗ യാത്ര അയക്കുകയും ചെയ്യുന്ന രംഗമൊക്കെ സുറിയാനി ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയിലുണ്ട്. പത്രോസിനോടും യോഹന്നാനോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞാണ് തോമസ് പോരുന്നത്. അപ്പൊ ഇവര് യഹൂദന്മാരെ അന്വേഷിച്ച് തന്നെയാണ് പോയിട്ടുള്ളത്. കാരണം യഹൂദന്മാർക്ക് മാത്രമേ ഈ വലിയ പ്രത്യാശയെ സംബന്ധിച്ചും വാഗ്ദാനത്തെ സംബന്ധിച്ചും മുന്നറിവുള്ളൂ. അവരാണ് ഇതിനുവേണ്ടി മശിഹയ്ക്ക് വേണ്ടി കാത്തിരുന്നത്. അപ്പൊ അവരോടാണ് എന്ന് പറയുന്നത്, നമ്മൾ കാത്തിരുന്ന പ്രതീക്ഷിച്ചിരുന്ന മശിഹ ആഗതനായി എന്നുള്ള ഗോസ്പൽ അവർക്ക് മാത്രമേ റെലവന്റ് ആയിട്ടുള്ളൂ. അതോടൊപ്പം കേൾക്കുന്ന ആളുകളെ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഈ മിസ്രൈമിൽ നിന്ന് ഇസ്രായേല് പുറപ്പെടുമ്പോൾ ഇസ്രായേൽക്കാർ മാത്രമല്ല പുറപ്പെട്ടെ, അവരോട് അസോസിയേറ്റ് ചെയ്തിരുന്ന മറ്റാളുകളും പോന്നു. കാരണം ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ടും നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന, ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടില് ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ അങ്ങനെ സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു സെലിബ്രേഷനിൽ അവരും പങ്കെടുക്കും, നമ്മുടെ ഒരു ദുഃഖത്തിൽ അവരും പങ്കുചേരും. മനുഷ്യൻ അങ്ങനെയാണ്. അപ്പൊ ഇസ്രായേൽക്കാർ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടപ്പോ ഇസ്രായേൽ മാത്രം പുറപ്പെട്ടെന്നല്ല ബൈബിൾ പറയുന്ന സമ്മിശ്ര ജാതി കൂടെ പോയെന്ന്. ഇസ്രായേൽക്കാരും ആ ഗോത്രത്തിലുള്ളവർ മാത്രമല്ല മറ്റു ജാതികളും പോന്നു. അബ്രഹാമിന്റെ പരിച്ഛേദനയുടെ സമയത്ത് അബ്രഹാമിനും കുടുംബക്കാർക്കും മാത്രമല്ല ദാസീദാസന്മാർക്കും ഈ പരിച്ഛേദന കൊടുത്തു എന്നാണ്. ദാസന്മാർക്ക്, സ്ത്രീകൾക്ക് പരിച്ഛേദന ഇല്ല. പക്ഷെ എഴുതുമ്പോൾ ആ ദാസീദാസന്മാരും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ എവിടെയെല്ലാം ഒരു കവനന്റ് വന്നിട്ടുണ്ടോ ആ കവനന്റ് സ്ട്രിക്ട്ലി അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത മറ്റ് ജാതികൾക്കും ആ കവനന്റിന്റെ ബെനിഫിറ്റ്സും ബ്ലെസ്സിങ്സും കിട്ടിയിട്ടുണ്ട്. അതുപോലെ യഹൂദന്മാരോടുള്ള കവനന്റിന്റെ പൂർത്തീകരണമായിട്ട് ക്രിസ്ത്യ വിശ്വാസം പ്രസംഗിക്കപ്പെടുമ്പോൾ ആ ദേശത്തുള്ള മറ്റ് ജാതികളും അത് സ്വീകരിക്കും, അവർക്കും അത് കിട്ടും. അവർക്ക് വേണ്ടി അല്ല എങ്കിലും അവർ പല ആളുകളും സ്വീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ പല ഇൻസിഡന്റിലും കാണാൻ പറ്റും.
അതുകൊണ്ട് കേരളത്തിൽ ബ്രാഹ്മണരും ക്രിസ്ത്യവിശ്വാസം സ്വീകരിച്ചു. കാരണം അവരെ സംബന്ധിച്ചത് കൂടുതൽ ശക്തമാണ്. പ്രത്യേകിച്ച് തോമാസ് ലീഹായിൽ നിന്നുള്ള രോഗശാന്തികളും അത്ഭുതങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കും ഈ ദൈവത്തെ മതി. അങ്ങനെ അവർ സ്വീകരിച്ചു എന്നുള്ളതാണ് പാരമ്പര്യം. അതിനെ നിഷേധിക്കത്തക്ക ഒരു തെളിവും ഇതുവരെ ആരും കൊണ്ടുവന്നിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ തോമാസ് ലീഹ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന് ഈ പല എഴുത്തുകാരും അവർ എഴുതുന്നതിൽ അവർക്ക് എന്താണ് അതുകൊണ്ട് ഒരു പ്രയോജനം ലഭിക്കുന്ന എന്താണ്? ഇപ്പൊ അവരോട് ചോദിക്കണം. അവരെ സംബന്ധിച്ച് ഇവിടെയുള്ള പുരാതനമായ ക്രിസ്ത്യാനിത്വത്തിന്റെ ഒരു വാലിഡിറ്റി നശിപ്പിക്കാൻ വേണ്ടി അങ്ങനെ തോമാസ് ലീഹ വന്നിട്ടില്ല എന്ന് അവർ പറയുകയാണ്. തോമാസ് ലീഹ ഇന്ത്യയിൽ വന്നു എന്നുള്ളത് വളരെ പുരാതന കാലം മുതലുള്ള വിശ്വാസമാണ്. ഇപ്പൊ ഒരു തെളിവ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇതാണ് ഈ ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾസ്. എന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷ് രാജവംശത്തിന്റെ ദിനവൃത്താന്തങ്ങൾ ഓരോ കാലഘട്ടത്തിലെ ക്രോണിക്കിൾസ് എന്ന് പറയും, നമ്മുടെ ദിനവൃത്താന്തങ്ങൾ. അപ്പൊ അത് ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾസ് എന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ആ മുഴുവൻ കിട്ടും, ഇപ്പോഴും അവൈലബിൾ ആണ്. അതിൽ ഈ 9ാം നൂറ്റാണ്ടില് ഒരു ആൽഫ്രഡ് രാജാവ് യുദ്ധത്തിന് പോകുമ്പോൾ ആ യുദ്ധം ജയിക്കാൻ വേണ്ടി ഇന്ത്യയിൽ തോമായുടെ കബറിടത്തിലേക്ക് ഒരു നേർച്ച കൊടുത്ത് ആളെ വിടുന്നു. അപ്പൊ 9ാം നൂറ്റാണ്ടിൽ പോലും ഇംഗ്ലണ്ടിൽ നിന്നുള്ളവര് പ്രാർത്ഥിക്കാൻ വേണ്ടി തോമാസ് ലീഹായുടെ കബറിടത്തിലേക്ക് പോന്നിരുന്നു എന്നുള്ളത് തെളിവുണ്ട്, ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾസിലുണ്ട്. അപ്പൊ ഇപ്പം വന്നേച്ച് ഇവിടെ തോമാസ് ലീഹ വന്നില്ലെന്ന് പറയുന്നതിനകത്ത് എന്തോ അർത്ഥം ഇരിക്കുന്നു. 9ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലുള്ളവര് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇന്ത്യയിൽ തോമായുടെ കബറിടത്തിലേക്ക് വരണമെങ്കിൽ അതിനും എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പുള്ള ഒരു വിശ്വാസമായിരിക്കും അത്. എന്നെങ്കിലല്ലേ അവിടെ അത്രയും ഒരു രൂഢമൂലമായ ഒരു വിശ്വാസം അവിടെ ഉണ്ടാകത്തുള്ളൂ. കത്തോലിക്ക സഭയുടെ ഒരു വക്താവാണ് പോൾ തേലക്കാട്ട്. വളരെ പ്രശസ്തനായ ഒരു വൈദികനാണ്. അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു തോമാസ് ലീഹ ഇന്ത്യയിൽ വന്നിട്ടില്ല. സീറോ മലങ്കര കത്തോലിക്ക ചർച്ചിന്റെ പോൾ തേലക്കാട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്രദർ അറിയും, വളരെ ശക്തനായ ഒരു ഫാദറാണ്. കത്തോലിക്ക സഭ ഇതിനെ നിഷേധിച്ചിട്ടുണ്ട് ചില ആളുകൾ. എന്നാൽ ഇത്രയും അറിവും പാണ്ഡിത്യമുള്ള ഇദ്ദേഹം പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു തോമാസ് ലീഹ ഇന്ത്യയിൽ വന്നിട്ടില്ല. അപ്പൊ കത്തോലിക്ക സഭയില് അതിന് നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതല്ല. അത് ഈ കത്തോലിക്ക സഭയ്ക്കകത്ത്, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയ്ക്കകത്ത് വലിയ അടി നടക്കുക. അതിനകത്ത് ഈ തോമാ പാരമ്പര്യമുള്ള കത്തോലിക്കരും തോമാ പാരമ്പര്യം ഇല്ലാത്ത കത്തോലിക്കരും എന്ന് രണ്ട് കൂട്ടരായിട്ട് നിന്ന് ഇപ്പം ബ്രദർ കാണാറുണ്ട് ഈ ജനാഭിമുഖ കുർബാന എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഈ തോമാ പാരമ്പര്യം ഉള്ളവര് പഴയ സെയിന്റ് തോമസ് ക്രിസ്ത്യൻസ് ആയിട്ട് ഇവിടെ നിൽക്കണം എന്ന് ആഗ്രഹിച്ച് പൂർവിക പാരമ്പര്യത്തെയൊക്കെ ഇപ്പൊ ഡിക്ക് ചെയ്തെടുത്തുകൊണ്ട് കുറെ പേരുണ്ട്. അപ്പൊ അവരോട് എതിർപ്പിന് അവരെ കളിയാക്കാൻ വേണ്ടിയൊക്കെ പറയുന്നത് തോമാസ് ലീഹ വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ തേലക്കാട്ടിനെ ബോധ്യപ്പെടുത്താൻ തോമാസ് ലീഹ വന്ന അന്നത്തെ മനോരമ പത്രം എടുത്തു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയാണോ ഒരു ചരിത്രം പഠിക്കുന്നത്? 2000 വർഷം മുമ്പത്തെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കതിന് അവലംബിക്കാൻ പറ്റുന്ന തെളിവുകളുണ്ട്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. 9ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ രാജവംശം തോമാസ് ലീഹയുടെ കബറിടത്തിലോട്ട് നേർച്ച കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞാൽ അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരുകൂടുമ്പോൾ ഈ കബറിടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അന്ന് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ എല്ലാം തീർത്ഥാടന കേന്ദ്രമായിരുന്നു കലാമിന എന്ന് പറയുന്ന സ്ഥലത്ത്. കലാമിന എന്ന് ഈ സായിപ്പ് വരുന്ന സത്യത്തിൽ ആ സ്ഥലത്തിന്റെ ഒരു കാളിമായ എന്നാണ്. ഈ കാളിമായ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തോമാസ് ലീഹ കൊല്ലപ്പെട്ടത്. ഈ മൈലാപ്പൂരിലാണ് ഇന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ മൈലാപ്പൂരിലൊന്നും അല്ല, തോമാസ് ലീഹ കൊല്ലപ്പെട്ട കാളിമായ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ സ്ഥലം കടലെടുത്തു പോയി, ഇന്നില്ലത്. കടലെടുത്തു പോയി. അത് കഴിഞ്ഞ് അതിനോട് ഏറ്റവും അടുത്ത സ്ഥലമാണ് മൈലാപ്പൂര്. ആ സ്ഥലം കടലെടുത്ത് പോയി കഴിഞ്ഞപ്പോഴാണ് മൈലാപ്പൂര് കടൽ തീരത്തേക്ക് വന്നത്. അപ്പം ആ നേരത്തെ ഉണ്ടായിരുന്ന ആ സ്ഥലത്തിന്റെ ഏറ്റവും അടുത്തുള്ളതും അവശേഷിക്കുന്നതുമായ സ്ഥലം എന്ന നിലയ്ക്കാണ് മൈലാപ്പൂരിനെ പരിഗണിക്കുന്നത്. ആക്ച്വലി മൈലാപ്പൂരിലല്ല തോമാസ് ലീഹ കൊല്ലപ്പെട്ടത്, കാളിമായ എന്ന് പറയുന്ന സ്ഥലത്താണ് കൊല്ലപ്പെട്ടത്. അത് ഇന്ന് കടലിനടിയിലാണ്. അപ്പൊ അവിടെ പുരാതന കാലം തൊട്ടുള്ള വിശ്വാസമാണ്. ആർക്കിയോളജിക്കൽ പരമായിട്ട് എന്ത് ഈ ബ്രദർ പറയുന്ന പോലെ ഒരു തെളിവുകളില്ല. ഏതാ ഈ ആർക്കിയോളജിക്കലായിട്ട് തോമാസ് ലീഹ ഇന്ത്യയിൽ വന്നു എന്നുള്ളത് എന്തെങ്കിലും ഒരു ചെമ്പ് തകിടോ അല്ലെങ്കിൽ അതുപോലെ നാണയങ്ങളോ അതുപോലെ കൊടോ അല്ലെങ്കിൽ കുരിശോ ഇതുപോലുള്ള സാധനമൊന്നും കിട്ടിയതായിട്ടില്ല.
അതിനകത്ത് ഈ തോമാസ് ലീഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണയം എന്തായാലും തോമാസ് ലീഗ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരു കുരിശുമൊക്കെ ആയിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും. അതിന്റെ ഒരു പാരമ്പര്യമൊക്കെ കാണാൻ സാധ്യതയുണ്ടല്ലോ. അങ്ങനെ ആളെ കൂട്ടി അല്ല അപ്പോസ്തലന്മാര് പോയത്. അവര് തികച്ചും അജ്ഞാതമായ ഭൂമികകളിലേക്ക് അവര് ആളെ കൂട്ടി ജാഥയായിട്ട് പോവല്ലായിരുന്നു. പിന്നെ കുരിശ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ ഒരു ആരാധ്യ വസ്തു ഒന്നും അല്ലായിരുന്നു. അത് 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈന് ശേഷമാണ് കുരിശിനൊരു പ്രസക്തിയൊക്കെ വരുന്നത്. അതിനു മുമ്പ് തോമാസ് ലീഗ കുരിശുമായിട്ട് വന്ന പടമൊക്കെ ഉണ്ട്. അതൊക്കെ ചുമ്മാ കലാകാരന്മാർ വരച്ചു വെക്കുന്നു. തോമാസ് ലീഗ കുരിശും കുന്തുമായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ തോമാസ് ലീഗയുടെ കയ്യിലൊരു പുസ്തകം കാണാം, ബൈബിളും ഒക്കെ പിടിച്ച് നിൽക്കുന്നതായിട്ടൊക്കെ. അതൊക്കെ ഭാവന വരയ്ക്കുന്ന. അന്ന് ബൈബിളൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ തോമാസ് ലീഗയുടെ പുസ്തകത്തിൽ? കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒന്നുമില്ല, അതൊക്കെ കലാകാരന്മാർ വരച്ചു വെക്കുന്നതാണ്. പിന്നെ തോമാസ് ലീഗ ഒരു രാജാവൊന്നും അല്ലായിരുന്നു. ഒരു രാജാവിന്റെ ഒക്കെ പേരിലാണ് നാണയം ഇറങ്ങുന്നത്. പിന്നെ തോമാസ് ലീഗ ഇന്ററാക്ട് ചെയ്ത രാജാവിന്റെ നാണയം ഈ 19-ാം നൂറ്റാണ്ടിൽ കിട്ടി. അത് വലിയൊരു തെളിവാണ്. കാരണം അതുവരെ കെട്ടുകഥയാണെന്ന് പറഞ്ഞിരുന്ന ഗോണ്ടഫാറസ് ഒരു റിയൽ പേഴ്സൺ ആണെന്ന് മനസ്സിലായി. അപ്പൊ അതുവരെ തള്ളിക്കളഞ്ഞ് ഈ കഥയെ സ്വീകരിക്കാന്നുള്ളത് പിന്നെ നിവൃത്തിയുള്ളൂ. കാരണം ഇതുവരെ ഈ 10-15 നൂറ്റാണ്ട് ഇവര് കെട്ടുകഥ എന്ന് പറഞ്ഞ് തള്ളിയിരുന്ന സാധനം നാണയം വന്നു കഴിഞ്ഞപ്പോൾ ആ രാജാവ് ജീവിച്ചിരുന്നു തെളിഞ്ഞു. അപ്പൊ ഈ കഥയും തെളിവാണ്. അതേമായിട്ട് ബന്ധപ്പെട്ട ഏക കഥ ഇതാണ്, തോമാസ് ലീഗയുടെ കഥയാണ്. അല്ല, അന്നത്തെ കാലത്തെ ചിത്രകാരന്മാരോ ആരെങ്കിലും ഒരു ഇദ്ദേഹത്തിന്റെ ഒരു രൂപമോ അല്ലെങ്കിൽ ഈ സോക്രട്ടീസിന്റെ ഒക്കെ രൂപം നമ്മൾ ഇന്ന് കാണുന്ന പോലെ കല്ലിൽ കുത്തിവെക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഈ മറ്റുള്ള ഹിന്ദു മത ചരിത്രമൊക്കെ പഠിക്കുമ്പോഴേ അവിടെ ഈ കല്ലിൽ കൊത്തിവെച്ച രൂപങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വല്ല ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും പറ്റില്ല. കാരണം ഈ ഫോട്ടോ എടുക്കുന്നത്, ഈ ഫോട്ടോഗ്രാഫി വന്നു കഴിഞ്ഞ് നമ്മുടെ തിരുവിതാംകൂറിലെ ഒരു രാജാവിന്റെ ഫോട്ടോ സായിപ്പെടുത്തതിന് അന്ന് ഇന്നത്തെ കണക്കിന് 12 ലക്ഷം രൂപയാണ് ഒരു ഫോട്ടോ മേടിച്ചത്. സായിപ്പ് മേടിച്ചത്. അന്നത്തെ കാലത്ത് 25,000 രൂപയാണ് എന്നാണ്. അപ്പൊ അതുപോലെ ചിത്രം വരയ്ക്കുന്നതും അതുപോലെ രാജകുമാരിമാരുടെയോ രാജാക്കന്മാരുടെ ഒക്കെ ചിത്രങ്ങളാണ് ഈ വരയ്ക്കുന്നത്. അല്ലാതെ സാധാരണക്കാരുടെ ചിത്രമൊന്നും ആരും വരച്ചു വെക്കത്തില്ല. ഇനി സാധാരണക്കാരൻ ഒരാളുടെ ചിത്രം വരച്ചാൽ തന്നെ ആ ചിത്രം നശിച്ചു പോകാതെ സൂക്ഷിക്കാനുള്ള വീടുകളോ അത്ര വലിയ കൊട്ടാരങ്ങളോ ഒക്കെ ആർക്കാ ഉള്ളത്? സാധാരണ വീട്ടിലൊക്കെ ഇരുന്നത് ചെതലെടുത്ത് പോയി എല്ലാ കൊല്ലം കെട്ടിമേണ്ടിയ പുരയൊക്കെ ആളുകൾക്കുള്ളത്. അതൊന്നും കാലത്തെ അതിജീവിക്കത്തില്ല. അത് പ്രിസർവ് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല. അല്ല തന്നെ 2000 വർഷം ഇരിക്കത്തക്ക രീതിയിലുള്ള ക്യാൻവാസോ അതൊന്നുമില്ല. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ വെറും. പിന്നെയുള്ളത് വായ്മൊഴി പാട്ടുകളാണ്. നമ്മളെ സംബന്ധിച്ച് വീരടിയാൻ പാട്ട്, റംബാൻ പാട്ട്, മാർഗം കളിപ്പാട്ട്, ഇങ്ങനെയുള്ള പാട്ടുകൾ സുറിയാനി ക്രിസ്ത്യാനികൾ പാടിക്കൊണ്ട് പോകുന്ന തലമുറകളായിട്ട് കൈമാറി വന്ന പാട്ടുകളുണ്ട്. ആ പാട്ടുകൾക്കൊക്കെ തോമാസ് ലീഗ വന്ന ചരിത്രവും ഒക്കെ പറയുന്നുണ്ട്. അത് മാത്രമാണ് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് ഒരു തെളിവ് സമർപ്പിക്കാൻ പറ്റിയല്ല. അതായത് ഒരു ചിത്രമോ അല്ലെങ്കിൽ കല്ലിൽ കൊത്തിയ ഒരു രൂപമോ അല്ലെങ്കിൽ ഒരു ഗുഹയ്ക്കകത്തുള്ള ഒരു പിക്ചറോ. ഇപ്പൊ കണ്ടില്ലേ, BC 3000-ലും 2000-ത്തിലൊക്കെ വരച്ച പടങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ പല സ്ഥലത്തു നിന്ന് കണ്ടെത്തുകയും തെളിവുകളൊക്കെ വരുന്നുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ തോമാസ് ലീഗ വന്ന് അദ്ദേഹം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ച് ബ്രാഹ്മണന്മാരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹം, നമ്മൾ ഈ സിനിമയെ കാണുന്ന പോലെ, തോമാസ് ലീഗ എന്ന് പറഞ്ഞ സിനിമയെ കാണുന്ന പോലെ വെള്ളം ഇങ്ങനെ പിടിച്ച് മേളിലോട്ട് വിട്ടപ്പോൾ വെള്ളം അവിടെ നിന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അത്രയും വലിയൊരു പ്രതിപുരുഷനായ ഇദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും കല്ലിൽ കൊത്തിയ ഒരു വിഗ്രഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുത്തോ കാര്യങ്ങളൊക്കെ കാണേണ്ടതാണ്. എന്നാൽ അത് ദൗർഭാഗ്യവശത്താൽ ലഭിച്ചില്ല. അതുകൊണ്ട് ചരിത്രപരമായി നമുക്ക് 2 വിഭാഗങ്ങൾ വന്നിട്ടുണ്ട്, വന്നിട്ടില്ല എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കാം, തർക്കിക്കാം എന്നുള്ളതല്ലാതെ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു ഉറപ്പ് തരാൻ പറ്റില്ല. ഉറപ്പുണ്ട്. അതല്ലേ പറഞ്ഞ ഈ 1-ാം നൂറ്റാണ്ട് മുതലുള്ള ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എങ്ങനെ വന്നു എന്നുള്ളത് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടായി വരത്തില്ല. ആരെങ്കിലും വന്ന് സുവിശേഷം അറിയിച്ചിട്ടാണ് ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടായത്. അതാരാണെന്നങ്ങ് പറഞ്ഞാൽ മതി, അതിന് ഇവർക്ക് ഉത്തരവില്ല. ആ ഒരു ചോദ്യത്തിന് മുമ്പ് ഇവർ പതറിപ്പോവും, ബബ്ബ വെക്കും. കാരണം ഇവരെ സംബന്ധിച്ച് അങ്ങനെ ഇത്രയും വ്യാപകമായിട്ട് ആളുകളെ ക്രിസ്ത്യവൽക്കരിക്കണമെങ്കിൽ അത്ര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു മിറക്കിൾ വർക്കറോ അല്ലെങ്കിൽ ഒരു ഭയങ്കര പ്രസംഗം ആരും വന്നിരിക്കണം. ഇതാരാന്ന് ചോദിച്ചാൽ തോമാസ് ലീഗ എന്നുള്ളതല്ല. അതൊരു വളരെ പോയിന്റാണ്. കാരണം തോമാസ് ലീഗ ഇന്ത്യയിൽ വന്നില്ലെങ്കിൽ പിന്നെ ആരാണ് ഇവിടെ ഈ സുവിശേഷം പ്രചരിപ്പിച്ചത്? കച്ചവടക്കാരാണ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ കച്ചവടക്കാർക്ക് അതല്ലേ പണി. കച്ചവടക്കാർ വന്നിങ്ങനെ യേശു ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എന്തിനാ സ്വീകരിക്കുന്നേ?
അപ്പൊ അവരൊരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫാക്ടറുണ്ട്. അതെന്തായിരുന്നു? കച്ചവടക്കാർ ഫ്രീ ആയിട്ട് ഗോതമ്പ് കൊടുത്തോ? നിങ്ങൾക്ക് കുറെ ഗോതമ്പ് വരാം, ഈ വിശ്വാസം തിരിച്ചു? ഒരിക്കലും ഇല്ല. അപ്പൊ അന്നത്തെ കാലത്ത് ആളുകൾ നമ്മളെക്കാൾ കൂടുതൽ മതതീവ്ര വിശ്വാസമുള്ളവർ, ദൈവവിശ്വാസമുള്ള അവർ പെട്ടെന്ന് അവരുടെ ദൈവത്തെ ഉപേക്ഷിക്കത്തൊന്നുമില്ല. ഇന്നത്തെ പോലെ ഇന്നാണ് ചിലപ്പോൾ പൈസ കിട്ടിയ ചിലപ്പോൾ മാറി നിന്നിരിക്കും, അന്ന് അങ്ങനെ ഒട്ടും മാറത്തില്ല. അപ്പൊ ഇതിനകത്ത് തെളിവില്ലെന്ന് ബ്രദർ പറഞ്ഞത് വെറുതെ പറഞ്ഞു. ഞാൻ പറഞ്ഞു AD 200 എഴുതിയ പുസ്തകം ഉണ്ട്. AD 200 എഴുതിയ പുസ്തകം ആക്ട്സ് ഓഫ് തോമസ്. അതുപോലെ AD 250 എഴുതിയ പുസ്തകം അപ്പോസ്തലന്മാരുടെ നടപടികൾ. ഈ 2 പുസ്തകത്തിനകത്തുണ്ട്. അതുപോലെ പഴയ സഭാപിതാക്കന്മാരുടെ എല്ലാം റെഫറൻസസ് ഞാൻ തന്നായിരുന്നു. അപ്പൊ അത് തെളിവില്ലെന്ന് പിന്നെ പറയുന്നതിനകത്ത് അർത്ഥമില്ല. അല്ല, തെളിവില്ലെന്ന് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന തോമസ് ലീഗ ഇന്ത്യയിൽ വന്നു എന്ന് പറയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം യേശുവിന്റെ ഒരു ശിഷ്യൻ നമ്മുടെ അടുത്ത് വന്നല്ലോ. എന്നെ പെന്തിക്കോസുകാരനായിട്ട് കൂട്ടി അങ്ങനെ അല്ല ഞാൻ പറഞ്ഞത്. ഞാനൊരു പെന്തിക്കോസുകാരനായിട്ട് തോമസ് ലീഗ എതിർക്കുന്നതല്ല. യേശുക്രിസ്തു യഹൂദ സെറ്റിൽമെന്റുകളിലേക്കാണ് തന്റെ അപ്പോസ്തലന്മാരെ അയച്ചത്. അപ്പൊ ഇന്ത്യയിൽ ഒരു യഹൂദ സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. BC തൊട്ട് ആ സെറ്റിൽമെന്റിലോട്ട് അപ്പോസ്തലൻ വരാതിരിക്കുവോ? കാരണം ലോകമെങ്ങും നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കാൻ പറഞ്ഞാൽ ലോകമെങ്ങും പറഞ്ഞാൽ യഹൂദന്മാരുള്ള സ്ഥലത്ത് എങ്ങും എന്നതിന്റെ അർത്ഥം അല്ല. അമേരിക്കയിലോട്ട് പോകാൻ വേണ്ടി ആരും പോന്നിട്ടില്ല. ഒരു അപ്പോസ്തലൻ അമേരിക്കയിലോട്ട് വന്നിട്ടില്ല. യഹൂദന്മാർ എവിടെയെല്ലാം ഉണ്ടായിരുന്നോ അവിടെയെല്ലാം പോയി ഈ യഹൂദന്മാരെ പിതാക്കന്മാരുടെ പ്രത്യാശ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ള ഗോസ്പൽ അറിയിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ദൗത്യം. അത് അവർ വെടിപ്പായിട്ട് ചെയ്തു. അതുകൊണ്ടാണ് ആകാശത്തിന് കീഴിലെങ്ങും ഈ സുവിശേഷം ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞു എന്ന് കൊലാസ്യലേഖനത്തിൽ പൗലോസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിൽ സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ കൊലാസ്യലേഖനത്തിൽ അങ്ങനെ എഴുതത്തില്ല. സർവ്വലോകത്തിലും ഇത് എത്തിക്കഴിഞ്ഞു എന്ന് പൗലോസ് ക്ലോസ് ചെയ്യാണ്. കാരണം പൗലോസ് അറിയാം തോമസ് ലീഗ ഇന്ത്യയിൽ എത്തി. അന്നത്തെ നോൺ വേൾഡിൽ എവിടെയൊക്കെ യഹൂദന്മാരുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. അവിടെ എല്ലാം എത്തി. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ശരിയാ. അപ്പൊ വളരെ പ്രധാനപ്പെട്ട, ഇത്രയും നേരം സംസാരിച്ചപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നിങ്ങൾക്ക് മറുപടി പറയാൻ താല്പര്യം പറയാം. കാരണം തോമസ് ലീഗ ഇന്ത്യയിൽ വന്ന് സുവിശേഷം പ്രചരിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ആ സ്ഥാനത്ത് പ്രചരിപ്പിച്ചത്? ഇത്ര ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി ആരാണ് എന്നൊന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ് എന്നുള്ളതാണ്. ആരും ഇതിനൊരു മറുപടി ഒന്നും എഴുതുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ആർക്കും ഈ വിഷയത്തെക്കുറിച്ച് അറിയത്തില്ല എന്ന് തോന്നുന്നു. കാരണം ആളുകൾ ഇങ്ങനെ എന്തൊക്കെയൊക്കെ എഴുതിവിടുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യഗൗരവമായ ഒരു കാര്യവും ആരും പറയുന്നില്ല. ഞാൻ 2-3 കാര്യങ്ങൾ ചോദിച്ചു. ആർക്കിയോളജിക്കൽ പരമായ തെളിവുകൾ ചോദിച്ചു. പിന്നെ തോമസ് ലീഗയുടെ പ്രായത്തെക്കുറിച്ച് ചിന്തിച്ചു. പിന്നീട് ഇവിടെ 7 പള്ളികൾ സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്നു. ഇന്ന് ആ പള്ളികൾ ഉണ്ടോ അതോ അത് സ്ഥാപിക്കപ്പെട്ടതാണോ? ഈ പള്ളികൾ സ്ഥാപിച്ചു എന്നൊക്കെ പറഞ്ഞ ഇന്നത്തെ രൂപത്തിലൊരു പള്ളി ബിൽഡിംഗ് പണിതു എന്നൊന്നും അർത്ഥമില്ല. അവിടെ ഒരു അൽമായ കമ്മ്യൂണിറ്റി, ഒരു വിശ്വാസികളുടേതായ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് പോലെ ഒരു ഗ്രൂപ്പ് ഫോമായി എന്ന് ഞാൻ അർത്ഥവും. ഈ പള്ളി എന്ന് പറഞ്ഞാൽ ഈ കെട്ടിടമല്ല. കാരണം ഈ ക്രിസ്ത്യാനികൾ ഞായറാഴ്ച പള്ളി പിരിഞ്ഞെന്ന് പറയും. പള്ളി എങ്ങനെ പിരിയുന്ന? കെട്ടിടമാണോ പിരിയുന്നത്? ആളുകൾ പിരിയുന്നതിനാ. അപ്പൊ പള്ളി എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടത്തിനെ വിളിക്കുന്ന പേരാ, അല്ലാതെ കെട്ടിടത്തെ വിളിക്കുന്നതല്ല. അതുകൊണ്ടാണ് പള്ളി പിരിഞ്ഞു, പള്ളി പിരിഞ്ഞു. പള്ളി എങ്ങനെ പിരിയുന്നേ? ജനം പിരിഞ്ഞു പോകുന്നതിനാ പള്ളി പിരിഞ്ഞെന്ന് പറയുന്നത്. അപ്പോ ഈ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ പാർലമെന്റ് ബിൽഡിംഗ് ആണോ? ആ MP-മാരുടെ ആ കോളേജിനെ പറയുന്നതാണ് പാർലമെന്റ്. പാർലമെന്റ് വേറൊരു സ്ഥലത്ത് കൂടി അവിടെയാ പാർലമെന്റ്. അതുകൊണ്ട് പള്ളി എന്ന് പറഞ്ഞാൽ തോമസ് ലീഗ 7 പള്ളി വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 7 സ്ഥലത്ത് വിശ്വാസ കമ്മ്യൂണിറ്റികൾ, ഫെയ്ത്ത്ഫുൾ കമ്മ്യൂണിറ്റീസ് രൂപപ്പെട്ടു എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇന്നത്തെ ഇപ്പം നേരണത്തും ഒക്കെ ഇരിക്കുന്ന പള്ളി എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് പണിതിട്ടുള്ളതാണ്. അല്ലാതെ തോമസ് ലീഗ പള്ളിയൊന്നും പണിതിട്ടില്ല. എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങുകൾ പണിതിട്ടില്ല. റോഷൻ തമ്പി ബ്രദർ പറയുന്നു, തോമസ് ലീഗയുടെ കഥ ക്രിസ്ത്യൻ സഭയിൽ കുറച്ച് ആളുകൾക്ക് ബ്രാഹ്മണ മേൽക്കോയ്മ സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ് എന്നാണ് ഒരാളുടെ അഭിപ്രായം. അത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞാലേ, നമ്മൾ അതിനെ കൂടുതൽ ബ്രാഹ്മണർ ആണ് ഇതിൻ്റെ അകത്ത്, സുറിയാനി ക്രിസ്ത്യാനികളെല്ലാം ബ്രാഹ്മണരാണ് എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ അതിനുള്ള തെളിവുകൾ പറയണം. നമ്മൾ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടാണ് സംസാരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. താല്പര്യമുള്ളവർക്ക് ലിങ്ക് അയച്ചു തരാമെന്ന് വരെ ഞാൻ മെസ്സേജ് വിട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അന്യഭാഷ വിഷയവുമായി ബന്ധപ്പെട്ട് ചിലർ ലിങ്ക് ചോദിച്ചു, അയച്ചു കൊടുത്തു. ഇന്ന് ആരും ചോദിക്കുന്നില്ല. എന്താണ് അതിനെ കൃത്യമായിട്ട് ആളുകൾക്ക് സംശയമുണ്ട് ചോദിക്കാം. ഇപ്പൊ ഷിബു ബ്രദറിനെ ഇപ്പൊ നമ്മുടെ ചാനലിൽ വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കയറി വന്ന് ചോദിക്കാം.
ആര് കുത്തിയാലും പിന്നെ അരിയാകണമെന്നങ്ങാണ്ട് ഒരു പഴഞ്ചൊല്ലുള്ളത് പോലെ എനിക്കിപ്പോ തോമാസ് ലീഗ വന്നില്ലെന്ന് സ്ഥാപിക്കേണ്ട ആവശ്യമില്ല, വന്നു എന്ന് സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ചോദിക്കുന്നു, മനസ്സിലാക്കുന്നു. AD 52 മുതൽ പിന്നെ AD 345 വരെയുള്ള കാലഘട്ടങ്ങൾ, ഇതിന്റെ ഇടയ്ക്ക് പിന്നെ ആരാണ് വന്നത്? 345 കാനായി തോമൻ എന്ന ഒരു വ്യക്തി എഡസ എന്ന് പറയുന്ന സ്ഥലത്ത്, പേർഷ്യ ആ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ആളുകൾ ഇവിടെ വരികയും 449 കുടുംബാംഗങ്ങൾ വന്നെന്നും ഒക്കെ പറയപ്പെടുന്നു. അപ്പോൾ അതുമുതലാണ് പിന്നെ ചേരമൻ പെരുമാൾ രാജാവിന്റെ കാര്യം കാണുകയും, പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു മണ്ടത്തരമുണ്ട്. ചേരമൻ പെരുമാൾ രാജാവ് മുസ്ലിം ആയി തീർന്നു എന്ന് പറയുന്നതും ഒരു മണ്ടത്തരമാണ്. കാരണം നമ്മള് മുസ്ലിങ്ങളുടെ ആരംഭം കാണുന്നത് എന്നാണ്, അതും ഒരു കാര്യമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില അബദ്ധങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിന് ശേഷം കടന്നു വന്നത് കാനായി തോമന്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ്, അല്ലെ? കാനായി തോമയുടെ നേതൃത്വത്തിലുള്ളത് ഒന്നാം സിറിയൻ കുടിയേറ്റം, പിന്നീട് രണ്ടാം സിറിയൻ കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 2 പ്രധാന സിറിയൻ കുടിയേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവര് എവിടെ നിന്നാണ് വന്നത്? സിറിയയിൽ നിന്നാണോ? മെസപ്പൊട്ടോമിയ, എഡേസയിൽ നിന്നാണ് വന്നത് കാനായി തോമൻ വരുന്നത്. എഡേസ എന്ന് പറയുന്നത് പേർഷ്യയാണല്ലോ? അല്ലല്ല, എഡേസ ഇന്നത്തെ തുർക്കിയിലാണ്. അത് ഉറഹ എന്ന് പറയും. ഈ ഉറഹായിലെ രാജാവ് അബ്ഗാർ എന്ന് പറഞ്ഞ് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവിന് ഒരു സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു. ഇദ്ദേഹം യേശു ക്രിസ്തുവിന് ഒരു കത്ത് എഴുതുന്നുണ്ട്. ഇത് സുറിയാനി ക്രിസ്ത്യാനികളുടെ, യാക്കോബായക്കാരുടെ വലിയ നോയമ്പിലെ 25-ാം ദിവസം കൃത്യം പകുതിക്ക് പാതി ബുധനാഴ്ച എന്ന് പറയും. അന്ന് ഈ രാജാവിനെ പ്രത്യേകം ഓർക്കുന്നു. പാതി ബുധനാഴ്ച ഈ അബ്ഗാർ രാജാവിനെ, ഇദ്ദേഹം ഒരു കറുത്ത നിറമുള്ള ആളായിരുന്നു. അതുകൊണ്ട് കറുത്ത അബ്ഗാർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഈ കറുത്ത അബ്ഗാർ രാജാവ് യേശുക്രിസ്തുവിന് ഒരു കത്ത് എഴുതുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നിനക്ക് ആ പ്രദേശങ്ങളിൽ വലിയ എതിർപ്പുണ്ടെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് എനിക്ക് ചെറുതെങ്കിലും മനോഹരമായ ഒരു രാജ്യമുണ്ട്. ഇവിടെ വന്നാൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ നീ, അതായത് തൻ്റെ രാജ്യത്തോട്ട് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ആണ് യേശുക്രിസ്തുവിന് ഈ കത്തയച്ചത്. അപ്പൊ അതുപോലെ തന്നെ പുള്ളിയുടെ ഈ അസുഖം മാറ്റി കൊടുക്കണമെന്നും, പിന്നെ പറ്റുകയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഒരു ചിത്രം വരയ്ക്കാൻ ഇദ്ദേഹത്തെ കൂടെ ഈ കത്തുമായിട്ട് നാളെ അനുവദിക്കണമെന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഈ കത്തിൽ. അപ്പൊ യേശുക്രിസ്തു അതിനൊരു മറുപടി ഈ അബ്ഗാർ രാജാവിന് എഴുതുന്നുണ്ട്. മറുപടി കത്തിനകത്ത് ഞാനിപ്പോ വരില്ലെന്നും ഇവിടെ തിരക്കുണ്ടെന്നും തന്റെ മരണശേഷം തന്റെ ശിഷ്യൻ നിന്നെ വന്ന് കാണുമെന്നും നിന്റെ ആഗ്രഹങ്ങൾ നടത്തുമെന്നുമാണ് ആ കത്തിനകത്ത് മറുപടി ആയിരുന്നു. ഈ കത്തിന്റെ ഇതായിട്ട് ഈ തോമാസ് ലീഗ പിന്നീട് ഈ എഡേസയിൽ ചെന്ന് ഈ രാജാവിനെ സുഖപ്പെടുത്തിയെന്നും ഇദ്ദേഹത്തിന്റെ സ്കിൻ ഡിസീസ് മാറ്റിയെന്നും യേശു കർത്താവിന്റെ ഒരു ചിത്രം അദ്ദേഹത്തിന് വരച്ചു കൊടുത്തുവെന്നും അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്നുവെന്നുമാണ് പാരമ്പര്യം പറയുന്നത്. സഭാചരിത്രകാരനായ യൂസേബിയോസ് എന്ന് പറയുന്ന ആള് നിക്കിയ സുന്നോദോസിൽ പങ്കെടുത്ത ഒരു ബിഷപ്പായിരുന്നു. ഈ യൂസോബിയോസ് ഈ കത്ത് നേരിട്ട് കണ്ടിട്ടുണ്ട്, അദ്ദേഹം ഈ കത്ത് വായിച്ചിട്ടുണ്ടെന്ന് എക്ലീഷ്യാസ്റ്റിക്കൽ ഹിസ്റ്ററിയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വായിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം ഈ ചരിത്രം എഴുതിയിട്ടുണ്ട്. 13 അധ്യായത്തിലാണ് എൻ്റെ ഓർമ്മ. യൂസേബിയോസിന്റെ ചരിത്രം, സഭാചരിത്രം 13 അധ്യായത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിൻ്റെ ഒരു പാരമ്പര്യം. ആ എഡേസയിൽ നിന്നാണ് ഈ ആദ്യം കാനായി തോമ സംഘമായിട്ട് ഈ കേരളത്തിലോട്ട് വരുന്നത്. കാനായി തോമ ശരിക്കും ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു മതപീഠ നിമിത്തമല്ലേ കടന്നു വരാനുള്ള കാരണം? അല്ലല്ല, അതൊക്കെ ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ ഓർത്തഡോക്സുകാരൊക്കെ പറഞ്ഞു വരുത്തുന്ന കള്ളക്കഥയാണ്. കാനായി തോമ മതപീഡന നിമിത്തം അതിനടുത്ത് എത്രയോ സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെ മതപീഡനം ഉണ്ടെങ്കിൽ പീഡനം ഇല്ലാത്തൊരു സ്ഥലത്തോട്ട്, അവിടെ സാമ്രാജ്യം മൊത്തം അങ്ങ് പീഡനമില്ല, പോക്കറ്റുകളിലാണ് പീഡനം നടക്കുന്നത്. മതപീഡന നിമിത്തം പോന്നല്ല. ഇവിടെ കേരളത്തിൽ ഈ ക്രിസ്തീയ സഭയ്ക്ക് ആശ്രയമില്ലാതിരിക്കുന്നു, മാർഗദർശനമില്ലാതിരിക്കുന്നു എന്നുള്ള ദർശനം കിട്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നതാണ്. വ്യക്തമായിട്ട് പുരോഹിതരും അതുപോലെ വിശുദ്ധ മൂറോനും ഒക്കെ ആയിട്ടാണ് അവർ പോകുന്നത്. അവരങ്ങനെ വരാനുള്ള കാരണം ഇവിടുത്തെ ക്രിസ്തീയ സഭയെ സഹായിക്കുക, ക്രിസ്ത്യ വിശ്വാസികളെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് കാനായി തോമയുടെ കുടിയേറ്റം നടന്നത്. അതൊക്കെ ഇന്ന് അവരെ ആക്ഷേപിക്കാൻ വേണ്ടി അവിടെ ഗതിയില്ലാഞ്ഞിട്ട് അടി കൊണ്ട് കുറെ പേര് ഓടി ഇങ്ങോട്ട് വന്നതാ, നമ്മുടെ അടുത്തേക്ക് അഭയം തേടി വന്നതാ എന്നൊക്കെ വിദേശത്ത് നിന്ന് വന്ന മെത്രാന്മാരെ പറ്റിയൊക്കെ ഇന്ത്യൻ ഓർത്തഡോക്സിലെ പല മെത്രാന്മാരും ആക്ഷേപകരമായിട്ട് അവിടെ ഗതിയില്ലാഞ്ഞിട്ട് ഇഞ്ഞ് പോകുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിന്ദയാണ്. അങ്ങേയറ്റം ഇവിടെ എന്ത് സാമ്പത്തികമായിരുന്നു അറിഞ്ഞില്ലേ? ഇവിടെ ഈ ഗൾഫ് പോയ പിന്നെയാണ് ഈ മലയാളികൾക്ക് 10 രൂപ കൈ കിട്ടിയത്. അപ്പൊ നേരത്തെ അന്ത്യോക്യ എന്നുള്ള പാത്രിക്കീസൊക്കെ ഇവിടെ പൈസ അടിച്ചു മാറ്റാൻ വന്നെന്നൊക്കെ പറഞ്ഞൊരു കഥ പറയും. ഇപ്പൊ ഇവിടെ ഗൾഫിൽ പോയി കഴിഞ്ഞ് ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്ക് 10 രൂപ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ഈ തെക്കൻ പ്രദേശത്തുള്ളവർ
അവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ഗതിയില്ലാത്തവരാണ്. ഗൾഫ് ഭൂമി വന്നേ പിന്നെയാണ് 10 രൂപ അവർ ഒരുമിച്ച് കാണാൻ തുടങ്ങി. വടക്കുള്ള ക്രിസ്ത്യാനികൾക്ക് ഭൂസ്വത്തുക്കളും കാര്യം ഉണ്ടായിരുന്നു, അവർക്ക് യാക്കോക്കാരായിരുന്നു. ഇന്നും അങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം ആക്ഷേപകരമായ കാര്യം. അല്ല, ഈ കാനായി തോമൻ വരുന്നത് തന്നെ നല്ലൊരു സമ്പത്തുമായിട്ടാണ് വരുന്നതെന്നാണ് പൊതുവെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണല്ലോ രാജാവ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അപ്പൊ അങ്ങനെയാണ് ഈ മതപീഠ നിമിത്തമാണ് അവിടുന്ന് ഓടിപ്പോകുന്നെങ്കിൽ ഇത്രയും സമ്പത്തുമായിട്ട് വരാൻ സാധിക്കുമായിരുന്നില്ല അല്ലേ? ഇല്ല, അവന് വലിയ കാര്യമായിട്ട് വന്നതാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ തറയിലൊക്കെ ഇവർക്ക് കിട്ടിയ പദവികളെ പറ്റിയൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇന്നും അവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കിയിട്ടോ ചരിത്രത്തിന് നേരെ നോക്കി പല്ലെളിച്ചിട്ടോ ഒന്നും ഒരർത്ഥവും. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. പൂർവികമായ ചരിത്രവും ധന്യമായ പാരമ്പര്യവുമുള്ള ആളുകളുണ്ട്. അവരെ കാണുമ്പം അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. പക്ഷെ ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. ഇത് ആധുനിക ലോകമാണ്. ഈ ആധുനിക ലോകം സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ലോകമാണ്. ഇതൊക്കെ നമുക്കൊരു ചരിത്രപരമായ കൗതുകത്തിന് പഠിക്കാമെന്നേ ഉള്ളൂ. ഇന്ന് അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻസോ അല്ലെങ്കിൽ വേർതിരിവുകളുടെ ഒന്നും ഒരു കാലമല്ല. ഇന്ന് മനുഷ്യനെന്ന ഒരൊറ്റ സംജ്ഞയിൽ മനുഷ്യരൊന്നായി പോവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. അതിപ്പോ എല്ലാ സഭകളും അംഗീകരിക്കുന്നില്ല. ഇപ്പം ഓർത്തഡോക്സ് സഭയായാലും കത്തോലിക്ക സഭ ക്രിസ്ത്യാനിക്കും ഒരു ദളിത് ക്രിസ്ത്യാനിക്കും തമ്മിൽ ഒരുപാട് അന്തരം കൽപ്പിക്കുന്നുണ്ട്. അല്ല, ആധുനിക ലോകത്തെ അതിന് പ്രസക്തി ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് ചരിത്രപരമായ കൗതുകത്തിന് നമുക്കിത് പറയാവുന്നേ ഉള്ളൂ. അല്ലാതെ ഇന്ന് അതുകൊണ്ട് വലിയ പ്രസക്തിയൊന്നുമില്ല. ഇന്നിപ്പോ നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ചരിത്രത്തിന്റെ ഒരു തമസ്കരണം നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. ആക്ച്വലി ഇങ്ങനെ ആയിരുന്നു നടന്നത്. കാനായി തൊമ്മന്റെ നേതൃത്വത്തിൽ വന്ന ആളുകൾ എന്ന് പറയുന്നത് അവരൊരു വിഭാഗമായി മാത്രമേ നിന്നുള്ളൂ. അല്ലാതെ അവര് മറ്റുള്ള ഒരു വിഭാഗത്തിലേക്ക് മാറുകയോ മിക്സഡ് വിവാഹങ്ങൾ കഴിക്കുകയോ എന്തെങ്കിലും ചെയ്തോ? അവരല്ലേ ഇപ്പൊ ഈ പറയുന്ന കാനായി തൊമ്മന്റെ നേതൃത്വത്തിലുള്ള കനായ കത്തോലിക്കർ എന്ന് പറയുന്ന ഒരു വിഭാഗമല്ലേ അവര്? ക്നാനായക്കാർക്ക് നിശ്ചയമായിട്ടും അവർക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ഇടകലറിലൊക്കെ ഉണ്ടായി കാണാം. കാരണം ഒരു കമ്മ്യൂണിറ്റി ഒരിക്കലും ഒരു സ്ഥലത്ത് താമസിക്കുമ്പം മറ്റുള്ളവരുമായിട്ട് ഇടകലരാതെ ജീവിക്കാന്നൊക്കെ ഉള്ളത് വളരെ ശ്രമകരമാണ്. വളരെ ശ്രമകരം. ഇപ്പൊ തന്നെ ഈ കാനായി തൊമ്മൻ ശരിക്കും യഹൂദനായിരുന്നോ? യഹൂദ പാരമ്പര്യമുള്ളവരായിരുന്നു അവര്. അല്ലാതെ ഒറിജിനൽ യേശുക്രിസ്തുവിന്റെ ഒരു വംശജനായ ഒരു യഹൂദനായിരുന്നില്ല. അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. വംശജനായിരുന്നോ എന്നൊന്നും അറിയത്തില്ല. അല്ല, ഇതിൻ്റെ അകത്തെ ഞാൻ ഇത് ചോദിക്കുമ്പോൾ ഞാൻ ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ അഭിമുഖിച്ചിട്ടാണ് ചോദിക്കുന്നത്. കാനായി തൊമ്മൻ യേശുക്രിസ്തുവിന്റെ അതേ ജാതിയിൽപ്പെട്ട യഹൂദനായിരുന്നുവെന്നും ഇന്നിവിടെ താമസിക്കുന്ന സുറിയാനി ക്രിസ്ത്യാനികളായിട്ടുള്ള ഈ കനാനായ കത്തോലിക്കരായിട്ടുള്ള ആളുകളെല്ലാം യഹൂദന്റെ രക്തമാണെന്നും അവരാണ് ഒറിജിനൽ ശുദ്ധിയുള്ള രക്തമുള്ളവരും ഇവിടെ താമസിക്കുന്ന ഒരു ശുദ്ധിയില്ലാത്ത രക്തമുള്ളവരാണെന്നുള്ള ഒരു ചർച്ചയൊക്കെ ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. യഹൂദൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് സമാനതകളില്ലാത്ത ക്രൂരത ചെയ്തിരുന്ന കഠിനഹൃദയരായ ആളുകളാണ് യഹൂദൻ. ഒട്ടും മനുഷ്യപ്പെട്ടില്ലാത്ത ആളുകൾ. അതുകൊണ്ടാണ് ദൈവം അവരെ തെരഞ്ഞെടുത്തത്. കാരണം ഏറ്റവും കഠിനന്മാരെ അങ്ങ് റിപ്പയർ ചെയ്തേക്കാന്ന് വെച്ചാൽ ആദ്യം. അതുകൊണ്ടാണ് ദൈവപുത്രൻ ആ വിഭാഗത്തിൽ ജനിച്ചത്. ഇതിന്റെ ഒരു ദൈവശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ അവരുടെ മേന്മ കൊണ്ടല്ല, അവർ അത്രയും കഠിനന്മാരായതുകൊണ്ട് ആദ്യം അത് ഫിക്സ് ചെയ്യാൻ. ഇപ്പൊ നമുക്കൊരു അസുഖം ഉണ്ടെങ്കിൽ ഏറ്റവും കൂടിയ അസുഖത്തിനല്ല ആദ്യം ട്രീറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പൊ ഒരാൾക്ക് ഒരു ഹാർട്ട് പ്രോബ്ലം ഉണ്ട്, കാലിൽ ഒരു ചൊറി ഉണ്ടെങ്കിൽ ആദ്യം ചൊറിക്കല്ല ചികിത്സിക്കുന്നത്, ആദ്യം ഹാർട്ട് പ്രോബ്ലത്തിനെ ചികിത്സിക്കുന്നത്. അതുപോലെ യഹൂദന്മാർ ലോകത്തിലെ കഠിനന്മാരായിരുന്നു. അതുകൊണ്ടാണ് അവരെ തെരഞ്ഞെടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും ക്രൂരമായ ഹൃദയകാഠിനുള്ള ജനമായിരുന്നു. അപ്പൊ അല്ല, ഞാൻ പറഞ്ഞത് ഈ ക്നായിത്വമ വന്നു എന്നുള്ളതും സാബറോ അഫ്രോത്ത് പിതാക്കന്മാർ വന്നു എന്നുള്ളതെല്ലാം ചരിത്രപരമായി നിഷേധിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പിന്നെ അതിനോടൊപ്പം അവർ വെക്കുന്ന എല്ലാ ക്ലെയിമുകളെയും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സപ്പോർട്ട് ചെയ്യേണ്ട. അതൊക്കെ അവർക്ക് അവരുടേതായ കഥകൾ കാണും. അത് യഹൂദനായിരുന്നെന്നും ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നെന്നും ഒക്കെ അവർ പറഞ്ഞു തന്നിരിക്കുക. അതിനെല്ലാം നമ്മൾ തൊണ്ട തൊടാതെ വീഴുന്നില്ല. ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷെ ഇവർ വന്നു എന്നുള്ളതും ഈ കേരളത്തിൽ ആ ഒരു ഇൻഫ്ലുവൻസ് അവർ ചെലുത്തി എന്നുള്ളതും വളരെ കൃത്യമാണ്, സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അത്രേ നമ്മൾ പറയുന്നുള്ളൂ. ബാക്കി അവരുടെ എല്ലാ സ്റ്റോറീസും എടുത്തത് അതെല്ലാം അങ്ങനെയാണെന്ന് പറയാനും നമുക്ക് നേരമില്ല. അല്ല, ഞാൻ പറഞ്ഞപ്പോ ബ്രദർ ഇപ്പൊ വിദേശത്ത് താമസിക്കുന്നത് കൊണ്ട് ഈ കേരളത്തിൽ നടക്കുന്ന ഒരു ജാതി ചിന്ത അറിഞ്ഞിട്ടാണോ അതോ അറിഞ്ഞിട്ട് അറിയാതെ സംസാരിക്കുന്നതാണോ, അല്ലെ അത് പറയാൻ താല്പര്യമില്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടെ കടുത്ത ജാതീയ ചിന്തകൾ നടക്കുന്നുണ്ട്. അത് ഒന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്.
അല്ലാതെ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞത് കനായ കത്തോലിക്കർ എന്ന് പറയുന്നവർ കനായ തൊമ്മന്റെ നേതൃത്വത്തിലുള്ള ആളുകളാണെന്നും അവരാണ് ശുദ്ധ രക്തമെന്നും അവർ യേശുവിന്റെ രക്തത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് പറഞ്ഞ് ഒരു വീരവാദം ഇവിടെ മുഴക്കുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യം ഈ ചരിത്രം പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിക്സഡ് വിവാഹം കഴിച്ച ജീവിതമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ദ്രാവിഡന്മാരുടെ ആദ്യത്തെ കുടിയേറ്റം, ദ്രാവിഡന്മാര്, അതിനുശേഷം വരുന്ന ആര്യന്മാര്, അവരൊക്കെ ഇവിടെ ഒന്ന് മിക്സഡ് വിഭാഗമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രദറെ, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു ചോദിച്ചു, ഈ ശുദ്ധരക്തം അശുദ്ധ രക്തം എന്നുള്ള ഒരു വാദഗതി ഉണ്ടോ നമ്മുടെ മനുഷ്യന്റെ ഒരു ജീവിതത്തില്? ഇല്ല, അങ്ങനെ ഒരു വാദഗതിയില്ല. ഞാൻ മനസ്സിലാക്കുന്ന ക്നാനായക്കാർ ഈ ശുദ്ധരക്തം എന്ന് പറയുന്നത് അവരുടെ രക്തം മറ്റുള്ളവരുടേതിനേക്കാൾ ശുദ്ധമായ രക്തം എന്നൊരു അർത്ഥത്തിലല്ല. അവരുടെ കമ്മ്യൂണിറ്റി മറ്റ് കമ്മ്യൂണിറ്റിയുമായിട്ട് ഇടകലരാതെ കീപ്പ് ചെയ്യുന്നതിനെ അവർ ശുദ്ധരക്തം തോന്നി എന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ളവരുമായിട്ട് ഇപ്പം ഒരു നായ പ്യുവർ ബ്രീഡ് എന്ന് പറയും. ഇവിടെ അമേരിക്കയിലാണ് AKC സർട്ടിഫിക്കേഷൻ വേണം പട്ടിക്ക്. അമേരിക്കൻ കെന്നൽ ക്ലബ്ബാണ്. അപ്പോൾ AKC സർട്ടിഫിക്കറ്റ് കൊടുക്കും, ഇവന്റെ അപ്പൻ ആരാണ് അമ്മ ആരാണ്. അപ്പോൾ അങ്ങനെ ഒരു 5-6 ജനറേഷനിൽ ഈ നായ ഒറിജിനൽ ജർമ്മൻ ഷെപ്പേർഡ് മാത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെ പ്യുവർ ബ്രീഡ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഈ സർട്ടിഫിക്കറ്റ് ഉള്ള നായ നമ്മൾ പോയി മേടിക്കുമ്പോൾ ഒരു $2000 ഒരു പട്ടിക്ക് കൊടുക്കണം. അപ്പം നമുക്ക് വിത്ത് സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത്. അപ്പോൾ ആ നമ്മൾ മേടിക്കുന്ന പട്ടിക്കുട്ടിയുടെ അപ്പനെ അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ, അമ്മൂമ്മയുടെ അപ്പൂപ്പൻ, അപ്പൂപ്പൻ്റെ അമ്മൂമ്മ, ഇങ്ങനെയുള്ള ഫാമിലി ട്രീ ഒക്കെ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് നോക്കി ഉറപ്പ് വരുത്താം. അപ്പോൾ അതിനെ പ്യുവർ ബ്രീഡ് എന്ന് പറയുന്നത് ശുദ്ധരക്തമാണ് ഈ പട്ടിയുടെ. പട്ടിയുടെ ശുദ്ധരക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതിനേക്കാൾ നല്ല രക്തം എന്നുള്ള അർത്ഥത്തില്ല. ആ പട്ടിയുടെ വിഭാഗത്തിൽ ഇപ്പൊ പോമറേനിയൻ അല്ലെങ്കിൽ ബോർഡർ ടെറിയർ അല്ലെ ഏതെങ്കിലും ഒരു പട്ടി പ്യുവർ ബ്രീഡാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കലർപ്പ് വന്നിട്ടേ ഉള്ളൂ അതിന്റെ ഒരു വാദം. മനസ്സിലായോ? വേറൊരു നായുമായിട്ട് ചിലപ്പോൾ അതിനേക്കാൾ കൂടിയ നായ ആയിരിക്കും മറ്റേത്, പക്ഷെ അത് കലർന്നു കഴിയുമ്പം അത് പ്യുവർ ബ്രീഡ് അല്ലാതെ പോകും. അതുപോലെ ക്നാനായക്കാർ മറ്റുള്ളവരുമായിട്ട് ഇടപെടാതെ അവരുടെ കമ്മ്യൂണിറ്റി തന്നെ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളൊരു ആശയത്തിലാണ് അവർ ഈ ശുദ്ധരക്തം എന്ന് പറയുന്നത്. അല്ലാതെ അവർ ശുദ്ധരക്തം ആയതുകൊണ്ട് നമ്മുടേത് അശുദ്ധരക്തമാണെന്നൊരു വാദമില്ല. അതൊക്കെ അവരെ വെറുതെ തെറ്റിദ്ധരിക്കുന്ന. അപ്പൊ ആ കാര്യത്തിൽ ഞാൻ ക്നാനായക്കാർക്ക് സപ്പോർട്ട്. അവർ പറയുന്നത് അവരുടേതായ കമ്മ്യൂണിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു അർത്ഥമേ ഉള്ളൂ. നമ്മൾ മോശം എന്നുള്ളൊരു നോഷൻ അതിനകത്ത് ഇല്ല കേട്ടോ, അതിനെ എടുക്കരുത്. ഒരു സഭാചരിത്രത്തിൽ പറയുന്നതേ 6-ാം നൂറ്റാണ്ടിൽ ഇവിടെ കേരളത്തിൽ ഒരു സഭയെ കണ്ടിട്ടുള്ളൂ എന്നുള്ള ഒരു വാദഗതി ഒരു പണ്ഡിതൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ 52-ൽ സുവിശേഷം അറിയപ്പെട്ട ഈ കേരളം എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഒരു ക്രിസ്തീയ രാജ്യമായി മാറാതിരുന്ന? 52-ൽ വന്നത്, അതിന് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു വന്ന എത്രയോ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ ക്രിസ്തീയ രാജ്യങ്ങളാക്കി മാറപ്പെട്ടു. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്രയും പുരാതനത്വം അഭിമാനിക്കാൻ കഴിയുന്ന ഇന്ത്യ എന്തുകൊണ്ടാണ് ഒരു ക്രിസ്തീയ രാജ്യമായി മാറാൻ കഴിയാതിരുന്നത്? ഇന്ത്യ ഒരു ക്രിസ്ത്യ രാജ്യമായി മാറാൻ അപ്പോൾ ആ രീതിയിലുള്ള ഈ സുവിശേഷം ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ലീഡേഴ്സ് ഒന്നും ഉണ്ടായി കാണത്തില്ല. ഈ വന്ന പോക്കറ്റിൽ അങ്ങ് നിന്നുപോയി. മനസ്സിലായി? സുവിശേഷീകരണം എന്നുള്ളൊരു ദർശനമോ അല്ലെങ്കിൽ ആളുകളിൽ എത്തിക്കേണ്ട ആവശ്യമൊന്നും അവർക്ക് തോന്നിയിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഒരു വലിയ പരാജയമായിട്ടല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇത്രയും വലിയ രാജ്യത്ത് രണ്ട് രീതി കാണാം. അവർക്ക് അതിന്റെ ഒരു ആവശ്യകത അവർക്ക് തോന്നി കാണത്തില്ല. ഇപ്പൊ യഹൂദ കമ്മ്യൂണിറ്റി എല്ലാം അറിയപ്പെട്ടു, യഹൂദന്മാരുടെ കമ്മ്യൂണിറ്റിയിലെല്ലാം അത് അറിയപ്പെട്ടു. അതുകൊണ്ട് അതുകൊണ്ട് നിർത്തി കാണും. പിന്നെ ഈ സുവിശേഷീകരണം എന്നുള്ളത് ഒരു പാശ്ചാത്യ ഈ പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന് ശേഷമാണല്ലോ ഈ ഗോസ്പൽ സ്പ്രെഡിങ് എന്നുള്ള ഒരു ആശയമൊക്കെ പിന്നെ വരുന്നത്. അതിനു മുമ്പ് കത്തോലിക്കര് രാജ്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി വിവിധ രാജ്യങ്ങളിൽ പോയി അടിച്ചമർത്തി ആളുകളെ കൺവേർട്ട് ചെയ്ത് കത്തോലിക്ക മതത്തിന്റെ വളർച്ച അതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് അവർ നടത്തിയിട്ടുണ്ട്. അല്ലാതെ ഈ സുവിശേഷം അറിയിക്കുക എന്നുള്ളത്, യഹൂദന്മാരെ അറിയിക്കുക എന്നുള്ളതായിരുന്നു ആദ്യകാലത്തെ ഒരു ഗോൾ. അത് അവർ നടപ്പിലാക്കി. ഇത് ഈ കത്തോലിക്ക സഭ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീരപ്രദേശങ്ങളില് വലിയൊരു പ്രവർത്തനം ചെയ്തായിരുന്നു ആരംഭ കാലഘട്ടങ്ങളിൽ. അവരെ എല്ലാം കത്തോലിക്ക മതത്തിലേക്ക് കൂട്ടിക്കും, അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഫ്രാൻസിസ് സേവ്യറുടെയും റോബർട്ട് ഡി നോബിളിയുടെ ഒക്കെ കാലഘട്ടങ്ങളില് നിർബന്ധിതമായി ഒരു മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. ഈ തീരദേശ മേഖലയിലുള്ള ആളുകളെയൊക്കെ കത്തോലിക്ക മതത്തിലേക്ക് നിർബന്ധിതമായി മതപരിവർത്തനം നടത്തിയ ഒരു ചരിത്രം വായിക്കുന്നുണ്ട്. അവരൊന്നും ശരിക്കും
അതെ അതെ, അത് ഒത്തിരി നടന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് പിന്നെ കേരളത്തിൽ വന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ തന്നെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിട്ട് നിന്ന് അവരല്ലാതെ ഇതിനെ സ്പ്രെഡ് ചെയ്യാനുള്ള പരിശ്രമങ്ങളൊന്നും നടത്തിയില്ല. അതൊക്കെ പിൽക്കാലത്ത് സായിപ്പുമാർ വന്നു കഴിഞ്ഞിട്ടാണ് ഈ മിഷണറി പ്രവർത്തനങ്ങളൊക്കെ വരുന്നത്. നമുക്ക് അതേപ്പറ്റി ഇന്ത്യയുടെ മിഷണറി പ്രവർത്തനത്തെ പറ്റി നമുക്ക് വേണേൽ പിന്നീട് ഒരു ദിവസം സംസാരിക്കാം. ഇപ്പൊ നമുക്കിത് വൈൻഡപ്പ് ചെയ്ത്, കാരണം ഇത് തോമസ് ലീഹ വന്നു എന്നുള്ളത് വളരെ കൃത്യമായ പൂർവികമായ വിശ്വാസമാണ്. അതിന് നമുക്ക് ധാരാളം എവിഡൻസസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം 3-ാം നൂറ്റാണ്ട് തൊട്ടുള്ള പുസ്തകങ്ങളും പിന്നെ സഭയുടെ പാരമ്പര്യങ്ങളും ഈ കമ്മ്യൂണിറ്റി ഇവിടെ നിലനിൽക്കുന്നത് ഒരു തെളിവാണ്. പിന്നെ ഈ കമ്മ്യൂണിറ്റി അന്വേഷിച്ച് വന്നിട്ടുള്ളവര്, ഇങ്ങനെയുള്ള തെളിവുകളെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് നിർത്താം.